വീണ്ടും ഒരു പെരുമഴക്കാലമാണ്. കനത്ത മഴയെ തുടർന്നുണ്ടാകുന്ന വെള്ളക്കെട്ടുകളിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്ന കാഴ്ച സർവത്ര നിറയുന്നു. മഴ ആരംഭിച്ചതിന് ശേഷമുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഒട്ടും ഫലം കാണുന്നില്ല താനും. തദ്ദേശ വകുപ്പുകളുടെ ഓട വൃത്തിയാക്കലും മാലിന്യം നീക്കം ചെയ്യലും വെറും വാക്കിൽ ഒതുക്കി എന്നാണ് ഉയരുന്ന വിമർശനം. ശുചീകരണ പ്രവർത്തനങ്ങളുടെ അപര്യാപ്തത മുതൽ അശാസ്ത്രീയ ഓട നിർമ്മാണം വരെ കുറ്റം ചാർത്താൻ ഒട്ടേറെ കാരണങ്ങളുണ്ട്. പക്ഷേ അനുഭവിക്കുന്നത്, ദുരിതത്തിലാകുന്നത് സാധാരണ ജനങ്ങളാണ്. പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന വാഗ്ദാനങ്ങൾ. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീളുന്ന ഒരേ കാഴ്ചകൾ. ഒരു വശത്തെ ഡെങ്കിപ്പനിയും മഞ്ഞപ്പിത്തം അടക്കമുള്ള രോഗങ്ങളും പടർന്നു പിടിക്കുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഈ വിഷയമാണ് ഇന്ന് ഗ്രൗണ്ട് റിപ്പോർട്ട് പരിശോധിക്കുന്നത്. നമുക്ക് വിവിധ ജില്ലകളിൽ നിന്ന് കാഴ്ചകളുമായി നമ്മുടെ റിപ്പോർട്ടർമാർ ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങാം. മുട്ടത്തറയിൽ നിന്നാണ് രശ്മി കാർത്തിക ചേരുന്നത്. രശ്മി, തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഇപ്പോൾ നല്ല മഴ പെയ്യുകയാണ്. രശ്മി നിൽക്കുന്ന ഇടത്ത് എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല, പക്ഷേ പൊതുവെ നല്ല മഴ ലഭിക്കുന്ന ഇടമാണ്. കേരളത്തിലെ മിക്ക ജില്ലകളിലും അതുണ്ട്. മഴ എന്ന് പറയുമ്പോൾ നമുക്ക് ആശങ്കയാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ശുചീകരണ പ്രവർത്തികൾ കൃത്യസമയത്ത് നടക്കാത്തത് കൊണ്ടുണ്ടാകുന്ന കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ആ ഭാഗത്തുള്ള വീടുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഒക്കെയാണ്. രശ്മി നിൽക്കുന്നിടത്ത് എന്താണ് അവസ്ഥ? വീണ, ഈ മാലിന്യം കുമിഞ്ഞുകൂടുക എന്നുള്ളത് ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നം തന്നെയാണ്. തിരുവനന്തപുരം നഗരത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ മഴ തിരുവനന്തപുരത്ത് സജീവമായി തുടരുന്നുണ്ട്. പക്ഷേ ഈ രാവിലെ മുതൽ മഴ കുറച്ച് മാറി നിന്നു. അതുകൊണ്ട് തന്നെ ചിലയിടങ്ങളിൽ വെള്ളം വലിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോഴുള്ളത് മുട്ടത്തറയിലാണ്. മുട്ടത്തറയിൽ നിന്നുള്ള കാഴ്ചയാണ് ഇത്. ഈ മാലിന്യങ്ങൾ ഇതേ രീതിയിൽ കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. ഇതിൽ പച്ചക്കറി മാലിന്യങ്ങളുണ്ട്, മറ്റ് വേസ്റ്റുകളൊക്കെ ഇതേപോലെ ഈ വെള്ളക്കെട്ടിനെ തുടർന്നും ഓടയിലൊക്കെ നിറയെ മാലിന്യങ്ങളാണ്. അതെല്ലാം ഈ രീതിയിൽ കുമിഞ്ഞുകൂടി കിടക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഉൾപ്രദേശം ഒന്നും തന്നെയല്ല. ഇതൊരു ഹൈവേ, മുട്ടത്തറയുടെ ഹൈവേ സൈഡിലുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതാണ് അവസ്ഥ. ഇത് ഈ റോഡിന്റെ അങ്ങറ്റം വരെ ഇതേ രീതിയിൽ തന്നെയാണ് ഈ വേസ്റ്റ് പോകുന്നത്. ഈ ഒരു സാഹചര്യം വളരെ ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യം തന്നെയാണ്. കാരണം ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യം, ഈ പകർച്ചപ്പനി ഇപ്പോൾ വലിയ രീതിയിൽ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഡെങ്കിപ്പനി, അതോടൊപ്പം തന്നെ വൈറൽ പനികൾ, H1N1 ഉൾപ്പെടെയുള്ള പകർച്ചപ്പനികൾ പടർന്നു പിടിക്കുകയാണ്. പ്രതിദിനം തന്നെ ഏതാണ്ട് 10,000-അപ്പുറത്ത് ആളുകളാണ് സർക്കാർ ആശുപത്രികളിൽ മാത്രം ചികിത്സ തേടി എത്തുന്നത്. ഡെങ്കിപ്പനി തന്നെ ഏതാണ്ട് 300ഓളം പേർക്ക് പ്രതിദിനം സ്ഥിരീകരിക്കുന്നുണ്ട്. മരണനിരക്കും ഉയർന്നു തുടരുകയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിൽ ഈ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നതും അവിടെ കൊതുകുകൾ പെറ്റുപെരുകുന്നതും ഒക്കെ തന്നെയാണ്. മാത്രമല്ല, ഈ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നത് കൊണ്ട് തന്നെ എലിപ്പനിയും സംസ്ഥാനത്ത് വ്യാപകമാവുകയാണ്. ഇത്തരത്തിൽ ഇനി വരുന്ന ദിവസങ്ങളൊക്കെ വളരെ നിർണായകമാണ് എന്നുള്ളത് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു സംസ്ഥാനത്തിലൊരു സാഹചര്യം. ഈ മാലിന്യങ്ങൾ കൃത്യസമയത്ത് നീക്കം ചെയ്യാത്തത് സർക്കാരിന്റെയും അധികൃതരുടെയൊക്കെ നഗരസഭയുടെയൊക്കെ വലിയ രീതിയിലുള്ള അനാസ്ഥയാണ്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി തന്നെ സംസ്ഥാനത്ത് നടത്തേണ്ടിയിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള യാതൊരു പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാവശ്യമായിട്ടുള്ള ഫണ്ട് തദ്ദേശ വകുപ്പിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നൊരു വിവരം. ഈ കേവലം നമ്മൾ കൊതുകിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി കൊതുക് നശീകരണത്തിനായി ഉപയോഗിക്കുന്ന ഒരു മെഷീൻ എല്ലാവർക്കും അറിയാം. അത് പലയിടങ്ങളിലും കേടായി കിടക്കുന്നുണ്ട്. അതൊന്ന് നന്നാക്കാനുള്ള പണം പോലും, അല്ലെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കാനുള്ള പണം പോലും തദ്ദേശ വകുപ്പിന് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്ന ഒരു കാര്യം. ആ ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. ആ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പാളി. അതുകൊണ്ട് തന്നെ ഓടകളിലാണെങ്കിലും മറ്റ് ഇടങ്ങളിലെല്ലാം തന്നെ ഈ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നു. അവിടെ കൊതുകുകൾ മറ്റും പെറ്റുപെരുകുന്നു. ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ ദുർഗന്ധം അനുഭവപ്പെടുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം. ഇത് ഒരു ഹൈവേയിൽ തന്നെ ഇത്തരത്തിലുള്ളൊരു സാഹചര്യമാണെങ്കിൽ ചേട്ടാ, ഇവിടെ ഈ മാലിന്യങ്ങളൊക്കെ കുമിഞ്ഞുകൂടി കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്താ പറയുന്നത്? ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഇത്രയും വേസ്റ്റ് ഒക്കെ. ഇത് നീക്കം ചെയ്യേണ്ടതല്ലേ? വലിയ രീതിയിൽ ഈ മാലിന്യങ്ങൾ ഇവിടെ ഈ രീതിയിൽ കുമിഞ്ഞുകൂടി കിടക്കുന്നത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കത്തില്ലേ? നമുക്ക് ബുദ്ധിമുട്ടാണ്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഇവിടെ കൊതുക് ശല്യമുണ്ട്. അത് കോർപ്പറേഷൻ യഥാർത്ഥ സമയം നീക്കം ചെയ്യുന്നില്ല. അതാണ് പ്രശ്നം. ഈ ഡെങ്കിപ്പനി, എലിപ്പനി, അതോടൊപ്പം തന്നെ പകർച്ചപ്പനിയൊക്കെ വ്യാപകമായി പടർന്നു പിടിക്കുന്നുണ്ട്. ഇപ്പോൾ അതിനെക്കുറിച്ച് അറിയില്ല. ഏതായാലും ഇത് നീക്കം ചെയ്യേണ്ടത് അനിവാര്യമാണ്. നീക്കം ചെയ്യേണ്ടതാണ്.
അതാണ് ഇവിടെ ഈ യാത്രക്കാരൊക്കെ പറയുന്ന ഒരു കാര്യം. കാരണം നമ്മൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ വലിയ ദുർഗന്ധം അനുഭവപ്പെടുന്നുണ്ട്. ഇതൊരു തിരക്കുള്ള ഒരു റോഡാണ്. ആ റോഡിലെ കാഴ്ചയാണ് ഈ ഇരുവശങ്ങളിലും ഈ കൂന പോലെയാണ് ഈ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്നത്. യാത്രക്കാർക്കൊക്കെ ഇത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷേ തദ്ദേശ വകുപ്പാണെങ്കിലും നഗരസഭയാണെങ്കിലും ശാസ്ത്രീയമായാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു നേർക്കാഴ്ചയാണ് രശ്മി ഇപ്പോൾ പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഓട നമ്മൾ കാണുന്നുണ്ട്, അതിന്റെ കുറച്ച് ആഴം കൂടിയിട്ടുണ്ട്. സാധാരണ മറ്റിടങ്ങളിൽ കാണുന്നത് ഇങ്ങനെ ഓട പേരിന് മാത്രം അതിന്റെ ഒരു സൈഡിലുള്ളൊരു കെട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരു ഓട ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഓടയ്ക്ക് ഒരല്പം ആഴം കാണുന്നുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത് അവിടെ നിന്ന് ഈ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി വന്നത് എടുത്ത് മുകളിലേക്ക് തട്ടിയിട്ടുണ്ട്. അതിനി വരുന്ന മഴക്കാലത്ത് നമ്മുടെ നാടിൻ്റെ രീതി അനുസരിച്ച് ഈ മഴക്കാലത്ത് വീണ്ടും ഈ മാലിന്യം അതേപടി ഒഴുകി ഇതേ ഓടകളിലേക്ക് തന്നെ പോകും. ഇത് എത്ര തവണ കാണിച്ചാലും എത്ര തവണ ചെയ്താലും ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിലാണ് നമ്മുടെ നഗരസഭകളുടെ അല്ലെങ്കിൽ പഞ്ചായത്തുകളുടെ ആയാലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചതും അത് തന്നെയല്ലേ? അത് തന്നെയാണ്. കാരണം ഈ ഓടകൾ നിറഞ്ഞിരുന്നു. ആ ഓടകളിൽ നിന്നുള്ള മാലിന്യം എടുത്ത് മുകളിലേക്ക് ഇട്ടിരിക്കുന്നു. അത് ഹൈവേയുടെ സൈഡിൽ ഇതേപോലെ കൂന കൂട്ടി നമ്മൾ ആദ്യം നിന്ന സ്ഥലത്ത് നിന്ന് ഒരുപാട് ദൂരത്തേക്ക് നടന്നു വന്നിട്ടുണ്ട്. അവിടങ്ങളിലെല്ലാം ഈ കൂന കൂട്ടിയാണ് ഈ മാലിന്യങ്ങളൊക്കെ ഉള്ളത്. കൂന കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതൊക്കെ പച്ചക്കറി മാലിന്യങ്ങളും മറ്റ് അവശിഷ്ടങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട്. വലിയ രീതിയിലുള്ള ദുർഗന്ധവും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ മഴ വീണ്ടും സജീവമായി. ഇനി വരും ദിവസങ്ങളിലും ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇനി മഴ പെയ്യുന്ന സമയത്ത് ഇത് വീണ്ടും ഇതിലെ മാലിന്യങ്ങൾ ഈ റോഡിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. തിരിച്ച് ഈ ഓടയിലേക്ക് തന്നെ വരുന്ന ഒരവസ്ഥയുണ്ടാകും. അപ്പോൾ ഇത് വലിയ രീതിയിൽ പകർച്ചവ്യാധി വ്യാപനത്തിനുമൊക്കെ തന്നെ കാരണമാകും. നേരത്തെ തന്നെ ഇക്കാര്യത്തിലൊക്കെ ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ഓടകൾ വൃത്തിയാക്കി അത്തരത്തിലുള്ള നടപടികൾ വളരെ കൃത്യമായി തന്നെ തദ്ദേശ വകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകേണ്ടതായിരുന്നു. കഴിഞ്ഞ ദിവസം ആരോഗ്യ വകുപ്പ് ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്നു. ആ യോഗത്തിലും നിലവിലെ സ്ഥിതി വളരെ ഗുരുതരമാണെന്നുള്ളൊരു വിലയിരുത്തൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ വകുപ്പിന് ഒരു നിർദ്ദേശം ആരോഗ്യ വകുപ്പ് നൽകി അടിയന്തരമായിട്ടുള്ള ഇടപെടൽ നടത്തണം, ഇല്ലെങ്കിൽ കാര്യങ്ങൾ വളരെ ഗുരുതരമാകും എന്നുള്ളതാണ്. കാരണം നമ്മൾ ഈ മരണക്കണക്ക് ഉൾപ്പെടെ പനിയുടെ ആരോഗ്യ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ അത് പ്രസിദ്ധീകരിക്കുന്നില്ല. അത് ഒളിപ്പിച്ചു വെക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കൃത്യമായിട്ട് മരണക്കണക്കൊന്നും തന്നെ പ്രസിദ്ധീകരിക്കുന്നില്ല. പക്ഷേ പ്രതിദിനം ഈ പനി ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഡെങ്കിപ്പനി ബാധിക്കുന്നവരുടെ എണ്ണം, അത് ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണമൊക്കെ ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. അതാണ് ഒരു സാഹചര്യം. ഇനി വരുന്ന ആഴ്ചകളിലും സ്ഥിതി വളരെ സങ്കീർണമാകും, ഗുരുതരമാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നത് തന്നെയാണ്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യസമയത്ത് നടത്താത്തതാണ് അതിന്റെ കാരണം. തദ്ദേശ മനസ്സിലാകാത്ത ഒരു കാര്യം, ഈ ഹരിതകർമ്മസേന ഒക്കെ വളരെ സജീവമായി തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്നു നമ്മൾ. പക്ഷേ ഇത് കാണുമ്പോൾ ഈ പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെയാണ് ഈ കെട്ടിക്കിടക്കുന്നത്. ഇതിവിടെ നിന്ന് ഒഴുകി മറ്റിടങ്ങളിലേക്ക് പോകുന്നു. ഒരു പക്ഷേ ജലസ്രോതസ്സുകളിലേക്കും വെള്ളം കെട്ടിക്കിടക്കുന്ന ഇടങ്ങളിലേക്കും ഒക്കെ എത്തിച്ചേർന്ന് അവിടെ നിന്നാണ് ഇത് രോഗമായി മാറുന്നത്. നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഈ മാലിന്യങ്ങൾ അത് ഉണ്ടാകുന്നിടത്ത് നിന്ന് ശേഖരിക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടിടത്ത് നിന്ന് എടുക്കാനോ എന്തെങ്കിലും നീക്കങ്ങൾ നടക്കാറുണ്ടോ? അതിനൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നതാണ്. അതൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഭാഗത്ത് നിലവിൽ ഒരു വിശദീകരണം, ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ മഴ ആരംഭിച്ചതിന് ശേഷം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയില്ല. അത് നേരത്തെ തന്നെ, അതായത് വേനൽക്കാലത്താണ് നമ്മൾ ഈ മഴയ്ക്ക് മുന്നോടിയായി, അതായത് മഴ പെയ്യുന്നതിന് ആ ഒരു മാസത്തിന് മുന്നോടിയായിട്ടാണ് ഓടകൾ വൃത്തിയാക്കുകയും ഈ മാലിന്യങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യുകയും ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള യാതൊരു പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിന്റെ ഫണ്ട് ചോദിക്കുന്ന സമയത്ത് സർക്കാരോ ധനവകുപ്പോ ഫണ്ട് അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് തദ്ദേശ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അനൌദ്യോഗികമായി പറയുന്ന ഒരു കാര്യം. അതാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഉണ്ടായ ഒരു വീഴ്ചയാണ് ഈ ഒരു പദ്ധതികളൊക്കെ തന്നെ മുടങ്ങാൻ കാരണം. വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ പലതരത്തിൽ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായിട്ടുള്ള പദ്ധതികളൊക്കെ നിലവിലുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ഫലം കാണുന്നില്ല, അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഹൈവേയിൽ തന്നെ ഈ ഒരു കുറേ ദൂരം ഈ ഒരു മാലിന്യങ്ങളൊക്കെ ഈ രീതിയിൽ കുമിഞ്ഞുകൂടി കിടക്കുന്നതിന് ഒരു കാരണം. ഏതായാലും ഇതൊരു നിസാര വിഷയമല്ല. ഇത് മുട്ടത്തറയിലെ മാത്രം കാര്യവും
ആദ്യവുമല്ല. ഇത് കിഴക്കേക്കോട്ട, അട്ടക്കുളങ്ങര ഭാഗങ്ങളിൽ, ജഗതി ഉൾപ്പെടെയുള്ള മേഖലകളിൽ, താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇതേ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അവിടങ്ങളിലൊക്കെ തന്നെ മാലിന്യങ്ങളും കുമിഞ്ഞുകൂടി കിടപ്പുണ്ട്. അപ്പോൾ അത് നീക്കം ചെയ്യുന്നതിനുള്ള യാതൊരു പ്രവർത്തനങ്ങളും ഇടയ്ക്കൊന്നും മഴ മാറി നിന്ന സമയത്ത് പോലും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട്. വീണ്ടും ഒന്നും മഴ കുറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം നമുക്കറിയാം. പക്ഷെ അപ്പോൾ പോലും ആ ഒരു പ്രവർത്തനങ്ങളിൽ ഒരു ഇടപെടലും തദ്ദേശ വകുപ്പിന്റെയോ നഗരസഭയുടെയോ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകളാണ് നമ്മൾക്കിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ഇത് മുട്ടത്തറയുടെ മാത്രം വിഷയമല്ല, മറ്റെല്ലാ ഭാഗങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ ഇതേ രീതിയിൽ തന്നെ സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ശരി രശ്മി, നമുക്കിനി കൊച്ചിയിലേക്ക് പോകാം. അവിടെ പെരുമ്പടപ്പ് മാർക്കറ്റിൽ നിന്നാണ് സുധീഷ് ഗോപാൽ ചേരുന്നത്. സുധീഷ്, ഈ കൊച്ചിയിലെ മാലിന്യ കാഴ്ചകൾ കാണിക്കണമെങ്കിൽ മാർക്കറ്റിൽ പോയാൽ അതിൻ്റെ ഏറ്റവും രൂക്ഷമായ അവസ്ഥയായിരിക്കും. അതല്ലെങ്കിൽ കൊച്ചി നഗരത്തിൽ എവിടെ ഇറങ്ങി ഫ്രെയിം വെച്ചാലും ഈ പറഞ്ഞ കാര്യം, ഈ മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്നത് കാണാൻ കഴിയുമെന്നുള്ളതാണ്. എന്തായാലും ഈ മാർക്കറ്റിലെ അവസ്ഥ എന്താണ്? വീണ, വളരെ ദയനീയമായ അവസ്ഥ, അതിലുപരി വളരെ ആശങ്ക ജനിപ്പിക്കുന്നതാണ് ഇവിടെ കാണുന്ന ദൃശ്യങ്ങൾ. അതിലെ പറയാവുന്നത് ഏതാണ്ട് 6 മാസമായി ഇവിടുത്തെ മാലിന്യങ്ങൾ കൂടിക്കിടക്കുകയാണ്. ഒന്നും തന്നെ ഇവിടെ നിന്നും നീക്കം ചെയ്തിട്ടില്ല. ഇതിനിടയിൽ ഒരു തീപിടുത്തം ഇവിടെ ഉണ്ടായി, കുറേ കത്തി നശിച്ചിരുന്നു. എന്നാൽ ആ കത്തി നശിച്ചതിൻ്റെ ബാക്കി മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്തിട്ടില്ല. അതിനുശേഷം ഇന്ന് വരെയുള്ളതും ഇവിടെ കെട്ടിക്കിടക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടേക്ക് വരുന്നത് പെരുമ്പടപ്പ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇതിനോട് ചേർന്നാണ് കുമ്പളം പുഴയുണ്ട്. ആ പുഴയോട് ചേർന്ന് ഈ മാലിന്യം മഴ പെയ്യുമ്പോഴത്തേക്ക് ഇതിലെ മാലിന്യം പൂർണ്ണമായും ആ വെള്ളത്തിലേക്ക്, നദിയിലേക്ക് ഒഴുകി മാറുന്നു. ഇതിൻ്റെ സമീപത്ത് താമസിക്കുന്ന വീടുകളിലൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യവുമുണ്ട്. അപ്പോൾ ഈ മാലിന്യം കലർന്ന വെള്ളമാണ് അവിടേക്ക് ചെല്ലുന്നത്. ഇവിടെ തന്നെ ഇപ്പോൾ കെട്ടി നിൽക്കുന്ന വെള്ളത്തിലെല്ലാം നമുക്ക് കാണാം, ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, കൊതുക് മുട്ടയിട്ട് വിരിഞ്ഞ് നിറയെ കൊതുകുകളാണ് നിൽക്കുന്നത്. ഇതൊരു ബസ് സ്റ്റാൻഡാണ്. അതിനോട് ചേർന്ന് മാർക്കറ്റ്, മത്സ്യ മാർക്കറ്റ്, ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യങ്ങളൊക്കെ വിൽക്കുന്ന മാർക്കറ്റാണ്. അതിനോട് ചേർന്ന് തന്നെ ഒരു അംഗനവാടിയും പ്രവർത്തിക്കുന്നു. ഇത്രയും ആൾക്കാർ വരുന്ന, ഇല്ലെങ്കിൽ നിരന്തരം വന്നു പോകുന്ന സ്ഥലത്തെ ഒരവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത്. ഇത്രയേറെ മാലിന്യങ്ങൾ, അതും ഈ പുഴയെ പൂർണ്ണമായും മലിനപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത്. അതിലുപരി ഏറ്റവും പ്രധാനമായും ഡെങ്കിപ്പനി പടർത്തുന്ന കൊതുകുകൾ ഇവിടെ മുട്ടയിട്ട് വിരിഞ്ഞു നിൽക്കുന്നു. അവിടെ ഒരു ബ്ലീച്ചിങ് പൗഡർ ഇട്ട് പോലും ഒരു ശുദ്ധീകരണത്തിന് പോലും നടപടിയില്ല. മാലിന്യം നീക്കം ചെയ്യുന്നില്ല. ഓടകൾ ശുചീകരിച്ചിട്ടില്ല. ഈ ഓടയിലെല്ലാം നമ്മൾ ഇവിടേക്ക് കടന്നു വരുമ്പോൾ തന്നെ കാണുന്ന ആ ഓടയിലെ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നു. അതും ഈ പുഴയോട് ചേർന്ന് കെട്ടി നിൽക്കുന്ന അവസ്ഥ. പുഴയിൽ വെള്ളം കൂടുമ്പോൾ ആ മാലിന്യം ഉൾപ്പെടെ ഓടയിലൂടെ റോഡിലേക്ക് കയറുന്ന അവസ്ഥ. എലിപ്പനിയും ഡെങ്കിപ്പനിയും മറ്റ് ജലജന്യ രോഗങ്ങൾ ഓരോന്നും പടർത്തുന്ന സാഹചര്യത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഇപ്പം നാട്ടുകാരുണ്ട്. ഈ നാട്ടുകാരോട് തന്നെ ചോദിക്കാം, നിങ്ങളൊക്കെ ഇത് സംബന്ധിച്ച് നിരവധി തവണ പരാതിപ്പെട്ടതാണ്. എന്താ ഒരു സമീപനം കോർപ്പറേഷൻ്റെയൊക്കെ? ഇത് 17-ാം ഡിവിഷനിലാണ് ഇപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത്. 17-ാം ഡിവിഷൻ്റെ 18-ാം ഡിവിഷൻ്റെ മാലിന്യങ്ങൾ മുഴുവനും നിക്ഷേപിക്കുന്നത് ഈ പ്രദേശത്താണ്. ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ ഒരു പെരുമ്പടപ്പ് ബസ് സ്റ്റാൻഡിൻ്റെ എൻഡാണ് ഈ പ്രദേശം. അതുകൂടാതെ തന്നെ ഇവിടെ ഒരു മാർക്കറ്റുണ്ട്, ഫിഷ് മാർക്കറ്റാണ്. പക്ഷേ ഈ മാർക്കറ്റിനേക്കാൾ ഉപരി ഈ മാർക്കറ്റ് കോർപ്പറേഷൻ്റെ ബിൽഡിങ്ങിൽ തന്നെയാണ് ഒരു അംഗനവാടി പ്രവർത്തിക്കുന്നത്. ഈ 2.5 വയസ്സ് 3 വയസ്സ് മുതലുള്ള കുഞ്ഞു മക്കൾ കടന്നു പോകുന്ന വഴിയാണിത്. അപ്പോൾ ഇതിൻ്റെ ഭവിഷ്യത്ത് വരുന്നത് ഇവിടെ നിരന്തരം വരുന്ന ആയിരക്കണക്കിന് ജനങ്ങളാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. കുഞ്ഞുമക്കൾ മാത്രമല്ല, ആയിരക്കണക്കിന് വരുന്ന ജനങ്ങൾ കടന്നു പോകുന്ന വഴിയാണിത്. അപ്പോൾ ഈ പ്രദേശത്ത് ഇത്തരമൊരു കാരണം ഉണ്ടായിട്ട്, ഈ സാഹചര്യം ഉണ്ടായിട്ട് നമ്മളുടെ കൗൺസിലറെ വിളിച്ച്, 17-ാം ഡിവിഷൻ്റെ കൗൺസിലറെ വിളിച്ച് പലതവണ പരാതിപ്പെടുകയും കോർപ്പറേഷൻ്റെ അധികാരികളായിട്ട് HIA ആയിട്ടൊക്കെ ബന്ധപ്പെടുകയൊക്കെ ചെയ്തു. മേയർ വരെ നമ്മൾ പരാതി കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ എന്നാലും ഫലം ഇല്ലാത്തൊരവസ്ഥ. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ സാധാരണ കണക്കിന് പറയുമ്പോൾ ഒരു വാക്കുണ്ട്, പൊതുജനം കഴുതയാണെന്ന് പറയുന്ന ആ രീതിയിൽ ഇവിടുത്തെ ജനം ചെയ്യുന്ന വോട്ടും നേടിയിട്ടാണ് ഇവരൊക്കെ കൗൺസിലർ അല്ലെങ്കിൽ അതേപോലെ ജനപ്രതിനിധിയായിട്ട് വരുന്നത്. ഇത് നേരിടാനായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ഇപ്പോഴും ആവില്ല. നേരത്തെ ഞാനിവിടെ കടന്നു വന്നപ്പം പറഞ്ഞ കൂട്ട്, വാഴ നനയുമെങ്കിൽ ചീരയും നനയൂ എന്നുള്ളൊരു ചൊല്ലുണ്ട്. അതുപോലെ ആരെങ്കിലുമൊക്കെ പണിയെടുത്താൽ ഇതിൻ്റെ ഫലം അനുഭവിക്കാൻ മറ്റൊത്തിരി പേരുണ്ട്. ഇവിടെ കിടക്കുന്ന ഈ വെള്ളം കെട്ടിക്കിടക്കുന്നത് ഇപ്പോൾ നമുക്കെല്ലാവർക്കും കാണാം, കൊതുക് മുട്ടയിട്ട് കൊതുക് വിരിഞ്ഞു വരുന്ന ഒരവസ്ഥ. ഈ അവസ്ഥയിൽ നിന്ന് ഇവിടെ നിന്നുള്ള അഴുക്ക് വെള്ളം മഴ പെയ്താൽ ഈ പരിസരത്തുള്ള വീടുകളിലേക്കൊക്കെ ചെന്ന് അവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഇവിടെ നിരന്തരം രോഗമാണ് എല്ലാവർക്കും.
പലതരത്തിലുള്ള രോഗങ്ങളുണ്ടെന്ന് ഞാനിപ്പോൾ എഡ്രാക്കിലും കൂടെ അറിയിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഈ ഏരിയ ഒന്ന് സർവേ എടുത്ത് എന്താണ് അതിൻ്റെ വിവരങ്ങളൊന്ന് കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആർക്കും അതിനൊന്നും നേരമില്ല. അവരവരുടെ കാര്യങ്ങൾ ഏത് പാർട്ടിയാണോ ഇത് ഈ മാലിന്യം ഇവിടെ കൊണ്ടുവന്ന് ഇടുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഹരിതകർമ്മ സേന എന്ന് പറഞ്ഞ് ഡിവിഷൻ തലത്തിൽ രൂപീകരിച്ചിട്ടുള്ള സേനയാണ്. ഈ ഹരിതകർമ്മ സേനയ്ക്ക് നമ്മളുടെ വീടുകളിൽ നിന്ന് 150 രൂപ കൊടുത്തിട്ട് വേണം അവർ ഈ മാലിന്യങ്ങൾ കൊണ്ടുവരുന്നത്, കളക്ട് ചെയ്യുന്നത്. ഈ കളക്ട് ചെയ്ത മാലിന്യം നേരിട്ട് കോർപ്പറേഷൻ്റെ ഏതെങ്കിലും പ്രദേശത്തേക്ക് വിടാതെ ഇവിടെ തന്നെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഈ 150 രൂപ കൊടുക്കുകയും വേണം. നമ്മുടെ മാലിന്യം വീണ്ടും ഇവിടെ രോഗം പരത്തുന്ന ഒരവസ്ഥയിലാണ് ഇന്നത്തെ സാഹചര്യം. അപ്പം കോർപ്പറേഷൻ ഇതിനെ കണ്ണടച്ച് കാണിക്കുന്നത്. നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അധികാരികളുടെ കണ്ണു തുറക്കാനായിട്ട് ഇനി എന്താ ഞങ്ങൾ ചെയ്യേണ്ടതെന്നാണ് ഞങ്ങളുടെ ചോദ്യം. അത് തന്നെയാണ്, പരാതിപ്പെട്ടിട്ടും ഒരു നടപടിയുമില്ല. അതോടൊപ്പം തന്നെ ഹരിതകർമ്മ സേന തന്നെ, അതായത് സർക്കാർ സംവിധാനത്തിൽ ഇല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ സംവിധാനത്തിൽ തന്നെയാണ് മാലിന്യം ഇവിടെ നിക്ഷേപിക്കുന്നത്. വീട്ടുകാർ കൊണ്ടിടുന്നതല്ല, അവിടെ നിന്നും പിന്നീട് നീക്കം ചെയ്യാനുള്ള തുടർ നടപടി ഉണ്ടാവുന്നില്ല. അതോടൊപ്പം തന്നെയാണ് മറ്റ് ഓടകൾ ശുചീകരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലും ഇതേ വീഴ്ചകൾ ആവർത്തിക്കുന്നു. ആ രീതിയിൽ ഇവിടെ ഈ പ്രദേശമാകെ തന്നെ രോഗം പടർത്തുന്ന രീതിയിൽ ഏറ്റവും വലിയ ഒരു കൃത്യവിലോപമായി തന്നെ കാണണം കോർപ്പറേഷൻ്റെ ഈ സമീപനത്തെ. കൂടുതൽ പേരുണ്ട് പ്രതികരിക്കാൻ, അവരിലേക്ക് കൂടി നമുക്ക് പോകാം. ചേട്ടാ, ഇതിനെ എത്തരത്തിലാണ് കാണുന്നത് ഈ ഒരു നിഷേധാത്മക സമീപനത്തെ? മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത ഒരു ഭരണകൂടമാണ് നമ്മുടെ കൊച്ചിൻ കോർപ്പറേഷൻ. അതിൽ പ്രധാന കാരണം എന്ന് വെച്ചാൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം കൊച്ചിൻ കോർപ്പറേഷനിൽ 16 ഡിവിഷനുകൾ അതീവ വെള്ളപ്പൊക്ക സാധ്യത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിൽ ഒരു ഡിവിഷനാണിത്. ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം, ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഈ പരിസരത്തുള്ള എല്ലാ വീടുകളിലും വെള്ളം കയറും. ഈ കാണ കൃത്യമായിട്ട് ഇവർ ക്ലീൻ ചെയ്യുന്നില്ല. 15 വർഷമായിട്ട് ക്ലീൻ ചെയ്യാതിരുന്ന ഈ കാണ നമ്മളുടെ കോവിഡ് സമയത്ത് ഞങ്ങൾ സമരം ചെയ്യുകയും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പ്രതീക്ഷ തിയേറ്ററിൻ്റെ അടുത്ത് ഇവിടം വരെ കോരിയത്. അതിനുശേഷം ഇത് കോരിയിട്ടില്ല. ശരിക്കും മഴക്കാല ശുചീകരണം ഇവർ നടത്തേണ്ടതാണ്. പക്ഷേ ഈ ഡിവിഷനിൽ നിങ്ങൾ ചോദിക്കൂ, ഒരു കാണകളും കൃത്യമായിട്ട് കോരിയിട്ടില്ല. ശരിക്കും വേനൽക്കാലങ്ങളിൽ ഈ കാണ കോരി മാലിന്യങ്ങൾ നീക്കം ചെയ്യേണ്ടതിന് പകരം ഈ റോഡിൽ ഇപ്പം നിങ്ങൾക്ക് കാണാം, കോർപ്പറേഷൻ്റെ ആളുകൾ തന്നെ കാണയെന്ന് കോരി വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മഴ പെയ്യുമ്പോൾ വീണ്ടും അതാ കാണയിലേക്ക് വരുന്നു. ഇപ്പം ഇത് തന്നെ ഇവിടെ പൂച്ചയെല്ലാം ചത്ത് കിടക്കണേണ്. ഈ അഴുക്ക് മുഴുവനും പുഴയിലേക്കാണ് ചെല്ലുന്നത്. ഇവിടെ ഇറങ്ങി പണിയെടുക്കുന്ന വളരെയധികം ആളുകൾ ഉണ്ട്. ഇവർക്ക് എന്തെങ്കിലും രോഗങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണുള്ളത്? നമുക്കറിയാം, ഇപ്പം നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മരുന്ന് പോലും കിട്ടാത്തൊരു സാഹചര്യം. അപ്പോൾ ഇത് ഏറ്റവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു വിഷയം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മളുടെ അവിടെ ഒരു കാർ വാഷിൻ്റെ അവിടെ മാലിന്യങ്ങൾ കൊണ്ടുവന്നിട്ടിട്ട് ഞാനത് വീഡിയോ എടുത്ത് ഡിവിഷൻ കൗൺസിലർക്ക് കൊടുത്ത് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇവിടെ 2 ക്യാമറ ഉണ്ട്, ഈ 2 ക്യാമറയിലും പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ആളെ പിടിക്കുക, ഇവർക്കെതിരെ ഒരു 25,000 രൂപ ഫൈൻ അടിക്കുക. 2 മാസമായിട്ടും ഈ മാലിന്യം അവിടെ നിന്ന് നീക്കിയിട്ടില്ല. ഈ കൗൺസിലർ തിരിഞ്ഞു നോക്കിയില്ല. കഴിഞ്ഞ മഴയ്ക്ക് ഇതെല്ലാം ഒഴുകി കാണയിലേക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ ജനങ്ങളോട് യാതൊരുവിധ എന്താ പറയുക ഒരു കടപ്പാടുമില്ലാത്ത ഒരിത്. ഇദ്ദേഹമാണ് ഒരു മാഷാണ്, ഒരു അധ്യാപകർ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ബഹുമാനമുണ്ട്. ഒരു നാടിൻ്റെ വികസനങ്ങൾക്ക് അധ്യാപകരാണ് ഏറ്റവും കൂടുതലായിട്ട് അവർ മാതൃകയാകേണ്ടത്. പക്ഷേ ദയനീയമെന്ന് പറയട്ടെ, ഇത് ഇന്ന് സംസാരിക്കാൻ അത് പറ്റില്ല. ഇതല്ലേ ഇവിടെ ഇനി മാർക്ക് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് കുറേ ഇതായി. ഇന്നലെ വൈകുന്നേരം ഇത് വന്ന് കണ്ടതുകൊണ്ടാണ് ഇപ്പോൾ ഇത് വന്നത് നമ്മൾ. കാരണം ഒരു ഇതുമില്ല. ഇത് കണ്ട ബസ് സ്റ്റാൻഡാണ്, കുളമായിട്ട് കിടക്കുന്ന ബസ് സ്റ്റാൻഡ്. ഈ കായലും കാണയും ഒരേ രീതിയിലാണ് കിടക്കുന്നത്. ഇത് ഭരണാധികാരികളുടെ എന്താ പറയുന്നത് നിരുത്തരവാദം തന്നെയാണ്, യാതൊരു സംശയമില്ല. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ റിപ്പോർട്ട് കിട്ടിയിട്ട് പോലും ഇവർ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഇവരൊക്കെ എന്തിനാ ഇരിക്കണം ഭരണകൂടങ്ങൾ? അതുപോലെ ഞങ്ങളുടെ ഡിവിഷൻ കൗൺസിലറെ കാണണമെങ്കിൽ സമയമുണ്ട്. രാവിലെയും വൈകിട്ടും സമയം വെച്ചിട്ടുണ്ട് അദ്ദേഹം. ഡോക്ടർമാരെ കാണാൻ സമയം വെച്ചേക്കണവരെ ഏത് ജനപ്രതിനിധിയാണ് ഇതിങ്ങനെ ചെയ്യണത്? ഇത് തന്നെയാണ് ഇവരുടെ അവസ്ഥ. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത്, ഇത്തരത്തിൽ ഇവിടെ നിന്ന് നമുക്കിപ്പോൾ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോലും പ്രയാസകരമായ രീതിയിലാണ് കൊതുവിൻ്റെ ശല്യം. ഈ കാര്യങ്ങളെല്ലാം നിരവധി തവണ ബോധ്യപ്പെടുത്തിയിട്ടുമാണ് അവരൊന്നും തന്നെ ഒരു നടപടിയും സ്വീകരിക്കാതെ പോകുന്നത്. കൂടുതൽ ആൾക്കാരിലേക്ക് പ്രതികരണത്തിലേക്ക് പോവാം. ഇപ്പം എങ്ങനെ എത്രത്തോളം ബുദ്ധിമുട്ടായിട്ടോ ഈ ഒരു വീട്ടിൽ കിടക്കാൻ പറ്റില്ല. ഈ ഉപ്പുവെള്ളം വീട്ടിൽ കയറി ഇപ്പോൾ കയറി തുടങ്ങിയിട്ടുണ്ടാവും വീട്ടിൽ വെള്ളം. ഞങ്ങൾ ഈ ഉപ്പുവെള്ളത്തിലേക്ക് കയറിയാൽ വീട്ടിലേക്ക് കയറണം, കയറണം കാലി. മാലിന്യം കലർന്ന വെള്ളമല്ലേ അവിടേക്ക് വരുന്നത്? അതിൻ്റെ ഏറ്റത്തിന് കയറണേണ്. അതുപോലെ തന്നെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പൈപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ആ പൈപ്പ് കിട്ടാൻ ഒരു 6 മാസമായിട്ട് അയാളത്ത് അപേക്ഷ കൊടുത്തിട്ട് ഇന്നും വരുന്നില്ല. അവർക്ക് വേണ്ടപ്പെട്ട ആൾക്ക് മാത്രം പൈപ്പ് ഇട്ട് കൊടുക്കണം, അല്ലാത്തൊക്കെ ഇട്ട് കൊടുക്കണം. ശുദ്ധജലം കിട്ടുന്നുണ്ടോ? ഇല്ല, ശുദ്ധജലം കിട്ടുന്നില്ല. കിട്ടണം വരുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനിലും ഇതേ അഴുക്ക് കൂടെ കലർന്നായിരിക്കുമല്ലോ വരുന്നത്. അഴുക്കുള്ള കൂടി കലർന്ന അങ്ങനെ വീട്ടിലേക്ക് ചാമ്പി എടുത്ത കുറച്ചു നേരം വെച്ച അഴുക്കാണ്. എന്തു തന്നെയായാലും വളരെ ദുരവസ്ഥയാണ് ഇവിടുത്തെ ഓരോ ജനങ്ങളും. ഈ പുഴയുടെ 2 കരകളിൽ താമസിക്കുന്നവർക്കും ഇതിൻ്റെ എല്ലാവിധ ദുഷ്ഫലങ്ങളും അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിലൊന്നും ഇവർക്ക് പരാതിപ്പെടാൻ പറ്റുന്ന ഇടങ്ങളിലെല്ലാം തന്നെ ഇവർ പരാതിയുമായി പോയിട്ടുണ്ട്. എന്നിട്ടും ഒരു നടപടിയും ഇല്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ദുരവസ്ഥ. ഇതേ സാഹചര്യത്തിൽ തന്നെ പറയേണ്ടത് ഇവിടെ രോഗം പടർന്നു പിടിക്കുകയാണ്. ഇവർ തന്നെ പറയുന്നു, ജലജന്യ രോഗങ്ങളായാലും ഈ മഴക്കാലമാകുന്നതോടെ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു. ഡെങ്കിപ്പനി ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന നഗരസഭയിലെ ഒരു പ്രദേശം കൂടിയാണ്. അവിടെ തന്നെയാണ് ആരോഗ്യവകുപ്പും അതോടൊപ്പം തന്നെ കോർപ്പറേഷനും എല്ലാം കണ്ടില്ലെന്ന് നടിച്ച് ഇവിടെ കൊതുവിനെ വളർത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കി നൽകുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നു. ഇത്തരത്തിലുള്ള വീഴ്ചകളെ തുറന്നു കാട്ടാൻ ഇറങ്ങുന്നവർ പരാതിയുമായി രംഗത്ത് വന്നാലും അവർക്ക് ഒരു തരത്തിലുള്ള പിന്തുണയും കിട്ടുന്നില്ല എന്നത് ഇവരെല്ലാം തന്നെ വളരെ നിരാശപ്പെടുത്തുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇവിടെ കൂടുതൽ പ്രതികരണത്തിലേക്ക് എങ്ങനെയാണ് ചേട്ടാ ഇവിടുത്തെ ഈ ഒരു അവസ്ഥ, ഇവിടുത്തെ ജീവിതവും? ഞാനിപ്പോൾ ഈ പ്രാവശ്യം മാർക്കറ്റ് ഞങ്ങളാണ് ഈ ലേലം പിടിച്ചതാണ്. ഞങ്ങളുടെ ഈ മാർക്കറ്റ് പിടിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഈ മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിച്ചിട്ട് ഞങ്ങൾ പലപ്പോഴും പല അധികാരികളും പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും നീക്കം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവരാരും നീക്കം ചെയ്തിട്ടില്ല. ഇപ്പോഴും വരെ ഇവിടെ ആകെ കിടക്കണമെന്ന് പറഞ്ഞാൽ കൊതുകും, പിന്നെ ഇവിടെ ചെളി, ആകെ ഞങ്ങൾക്ക് ഇവിടെ പാർക്കിങ്ങിനായ നിസ്സാര സ്ഥലമുള്ളൂ. അതിട്ട് പോലും ഇവിടെ ആകെ വളരെ ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയാണ്. ഇവിടോട്ട് ഇപ്പം മീൻ മേടിക്കാൻ ആൾക്കാർ വരാൻ പോലും വന്നാൽ പോലും ഭയങ്കര ദുർഗന്ധമാണ് ഇവിടെ ഈ കിടക്കണ മാലിന്യങ്ങൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഞങ്ങൾ പല അധികാരി കൗൺസിലറോടും എല്ലാവരും പറഞ്ഞിട്ട് പോലും ആരും ഇതുവരെ അതിനുള്ളൊരു നല്ലൊരു നടപടി സ്വീകരിച്ചില്ല. ഈ മാർക്കറ്റ് ഈ പ്രാവശ്യം കൊട്ടേഷൻ എടുത്ത ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ്. എന്നിട്ട് പോലും ഞങ്ങൾക്ക് ഇവിടെ ഈ മാർക്കറ്റിൻ്റെ വിജയം അതുപോലെ ഞങ്ങൾക്ക് അത് വിജയമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാനില്ല. പൈസ കൊടുത്ത് ഇപ്പം വേലിയെ കിടന്ന പയ്യാവേലി എടുത്ത് തുള വെച്ചെന്നുള്ള അവസ്ഥയായി. എന്ത് തന്നെയായാലും കോർപ്പറേഷന് കാശ് കൊടുത്ത് ഇവർ ലേലത്തിൽ ഇത് മാർക്കറ്റ് പിടിച്ചു. എന്നാൽ ആ മാർക്കറ്റ് പ്രവർത്തിക്കുന്നതിന് വേണ്ട സംവിധാനം പോലും ചെയ്തു കൊടുക്കുന്നില്ല എന്നതാണ് പറയുന്നത്. ചേട്ടൻ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഈ പ്രദേശത്ത് 17ഉം 18ഉം ഡിവിഷനിലും മത്സ്യത്തൊഴിലാളികൾ തിങ്ങി താമസിക്കുന്ന ഏരിയയാണ്. ഇവിടെ മത്സ്യത്തൊഴിലാളികൾ പോലും ഇവിടെ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. മാലിന്യം നിറഞ്ഞിരിക്കുകയാണ്. തോടുകളെല്ലാം മാലിന്യത്തിലാണ്. അതുപോലെ കുടിവെള്ളത്തിനാണെങ്കിലും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് ഇവിടെ ഡെങ്കിപ്പനി അതുപോലുള്ള പനികളൊക്കെ പറ്റാൻ സാധ്യതയുണ്ട്. ഇതിന് അധികാരികൾ പറയുമ്പോൾ ചെയ്യാന്നല്ലാണ്ട് ചെയ്യില്ലെന്ന് പറയുന്നില്ല. ഈ അവസ്ഥ മാറ്റാൻ വേണ്ടി ഞങ്ങളെ പരിസ്ഥിതി പ്രവർത്തനം അജാമളൻ മുന്നോട്ടിറങ്ങി എല്ലാവർക്കും നിവേദനം കൊടുക്കുക എല്ലാം ചെയ്തിട്ടുണ്ട്. അതിൽ അവർ പരിഹാരം ചെയ്യാമെന്ന് പറയുന്നല്ലാണ്ട് ഒരു അധികാരികളും വന്ന് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ ഇവിടുത്തെ അംഗൻവാടി കുട്ടികളുടെ അവസ്ഥ എന്താണ്? അതാണ് അംഗൻവാടി കുട്ടികൾക്ക് അതായത് ഇത്രയും ദുർഗന്ധം ഇത് വമിച്ചുകൊണ്ടാണ് അവരവിടെ അതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. അവർക്ക് എടുക്കുന്ന വെള്ളം, അതായത് ബാത്റൂമിൽ ഉപയോഗിക്കുന്ന വെള്ളം പോലും ഇപ്പോൾ ചേട്ടനിട്ടേക്കണത് ഈ ജീൻസിൻ്റെ അതിൻ്റെ കളറാണ് അവർക്ക് കിട്ടുന്ന വെള്ളം. ആ വെള്ളമാണ് അവിടെ ബാത്റൂമിൽ ഉപയോഗിക്കുക. അത് കാരണം അവർ ബാത്റൂം പോലും ഉപയോഗിക്കുന്നില്ല ഈ അംഗൻവാടിക്കകത്ത്. കുട്ടികൾ അപ്പിട്ട് കഴിഞ്ഞാൽ അപ്പി അതുവഴിയാണ് ടീച്ചർ പൊതിഞ്ഞ് കുട്ടികളുടെ വീട്ടിൽ കൊടുത്തു വിടുന്നത്. അവർക്കത് പിന്നെ ഫ്രഷ് അടിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് സ്മെല്ല് നിൽക്കണം എന്ന് പറഞ്ഞാൽ അവർ കുട്ടികളോട് പോലും അങ്ങനെ പെരുമാറണത് ഈ അംഗൻവാടിക്കാർ ചെയ്യുന്നതാണ്. 3-4 കുട്ടികളെ ഇപ്പം ഞങ്ങളുടെ പരിസരത്ത് അങ്ങനെ വരെ പറഞ്ഞു വിടുന്നത്. അവർ പറയണ വെള്ളം ഇത്ര മോശമായത് കൊണ്ടാണ് ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റാത്തതെന്ന്. അതായത് അവർ ഫ്രഷ് ചെയ്യുമ്പോഴത്തേക്ക് റൂമിൻ്റെ അകത്ത് അത്രയ്ക്ക് സ്മെല്ലാണ് ചെല്ലണത്. അപ്പം നമ്മുടെ ഇത് മാറ്റാതെ നമുക്കൊരു നിവർത്തിയില്ല. എന്തെങ്കിലും ചെയ്തിട്ട് എന്തോരം മുന്നോട്ട് ഇറങ്ങിയിട്ടും ഒന്നും ആകല്ലോ. കോർപ്പറേഷൻ ഇന്ന് ചെയ്യാൻ നാളെ ചെയ്യാമെന്നല്ല വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്കത് മാറ്റി കിട്ടണം. അംഗനവാടിക്കകത്തും കൊതുകിന്റെ ശല്യവും കാണും. കൊതുകുമുണ്ട്. കുട്ടികൾ കുഞ്ഞു കുട്ടികളല്ലേ, 3 വയസ്സാവണുള്ളൂ. ആ കുട്ടികളല്ലേ അതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് ഇരുത്തണത്. അപ്പോൾ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. കുഞ്ഞു കുട്ടികളുടെ ഇപ്പോൾ ഒത്തിരി അമ്മമാർ അത് വിടാനായിട്ട് തന്നെ അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അവർ വിടണില്ല എന്ന് തന്നെ തീരുമാനിച്ച പേരൻസ് ഉണ്ട്. ഇത് തന്നെയാണ് വീണ ഓരോ സംഭവത്തിലും ഇത് എല്ലാം തന്നെ കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അതിനൊരു പ്രതിവിധി കാണാനുള്ള ഒരു നടപടിയും ഇല്ല എന്നത് തന്നെയാണ് അവസ്ഥ. ഏതോ ഒരു കാര്യം കൂടെ പറയണമെന്ന് ഈ അമ്മ പറയുന്നുണ്ട്. ഇത് കോർപ്പറേഷൻ്റെ ചെലവിലുണ്ടാക്കിയ ശൗചാലയമാണ്. അതിൻ്റെ അവസ്ഥ ഒന്ന് കണ്ടേ. അപ്പം നമ്മളുടെ പണം കൊണ്ട് നമ്മളോട് വാങ്ങിച്ച കാശ് കൊണ്ട് കെട്ടിടങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടിട്ട് നമുക്ക് ഉപകരിക്കാത്ത രീതിയിലാണ് കോർപ്പറേഷൻ ചെയ്യുന്നത്. ഈ പ്രവണതയ്ക്കെതിരെയാണ് ഞങ്ങളിപ്പോൾ സമരപരിപാടികളൊക്കെ ആലോചിച്ച് ചെയ്യുന്നത്.
എന്തു തന്നെയായാലും ഇവിടെയുള്ള ശൗചാലയത്തിൻ്റെ പ്രവർത്തനവും കൃത്യമായി നടക്കുന്നില്ല, മാലിന്യ നീക്കം നടക്കുന്നില്ല, മറ്റു ഓടകളുടെ ശുചീകരണം നടക്കുന്നില്ല. അതേസമയം തന്നെ ഇതിനോട് ചേർന്ന് തന്നെ അംഗൻവാടി കുട്ടികൾ 2.5-3 വയസ്സ് മുതലുള്ള കുട്ടികൾ അവിടെ പഠിക്കാൻ വരുന്നു. അവരും ഇതിൻ്റെ എല്ലാം പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. അവരൊരു വിസർജനം ഇവിടെ കഴുകി വൃത്തിയായി കുട്ടികൾക്ക് മടങ്ങിപ്പോകാൻ പോലും സാധിക്കുന്നില്ല എന്നതാണ് ഒരു അമ്മ പറയുന്നത്. അത്രയ്ക്കും ഒരു ദുരവസ്ഥ നിലനിൽക്കുമ്പോഴും അധികാരികളൊന്നും മിണ്ടുന്നില്ല. എന്താണ് ഇത്രയും ഒരു ദുരവസ്ഥ തുടരുമ്പോഴും ഒരു നടപടി ഉണ്ടാവാത്ത ഒരു സാഹചര്യം? എന്താണ് നടക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മനഃപൂർവ്വമായിട്ട് അവർ ചെയ്യുന്നതാണോ അതോ മത്സരമാണോ ഇത് ചെയ്യുന്നത് എന്ന് പോലും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ജനസേവനത്തിന് വേണ്ടിയിട്ട് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളായിട്ട് കോർപ്പറേഷൻ്റെ അംഗങ്ങൾ, എൻ്റെ കൗൺസിലർമാരും അതേപോലെ തന്നെ ആയിരിക്കുന്ന മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവിടെ മുതൽ കോർപ്പറേഷൻ്റെ മുതൽ മേലോട്ടുള്ള എത്രയോ ഉന്നതമായ ആൾക്കാരുണ്ടിട്ടും അവർക്കാർക്കും ഇതിനകത്ത് യാതൊരു ഉത്തരവാദിത്വം ഇല്ല. അവർ വരുന്നു, നോക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, പേപ്പറിൽ കുറേ മീറ്റിംഗ് നടക്കുന്നു, കാര്യങ്ങൾ നടക്കുന്നു. അല്ലാതെ പ്രായോഗികമായ രീതിയിൽ ഈ പ്രദേശം ഇത്രത്തോളം അഴുക്കായി തീർന്നിരിക്കുന്നത് നമുക്ക് കാണാവുന്ന കാര്യമുള്ളൂ. ഇവിടെ മനുഷ്യർക്ക് പറയുന്ന അസുഖങ്ങൾ വരുന്നു, ഡെങ്കിപ്പനി വരുന്നു, അതിന് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോർപ്പറേഷൻ ഒത്തിരി മീറ്റിങ്ങുകളൊക്കെ നടത്തുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിരട്ട കമത്തി വെക്കണം, വെള്ളം ഒഴിക്കരുത്, അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറയുന്നതല്ലാതെ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിനിധിക്ക് അതിനൊരു പരിഹാരത്തിന് വേണ്ടിയിട്ട് കോർപ്പറേഷൻ ഇന്ന് വരെ പ്രവർത്തിച്ച് ഞങ്ങൾ കാണുന്നില്ല. ഇതിനൊക്കെ ഓരോ വാർഡിലേക്കും വലിയ തുകകളും അനുവദിക്കുന്നതല്ലേ, അതൊക്കെ എങ്ങോട്ട് പോകുന്നു? ഒത്തിരി തുകകൾ അനുവദിക്കുന്നുണ്ട്. കാശുകൾ എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ പേപ്പറുകളിൽ പോയി നോക്കിയപ്പോൾ അറിയാം. അതാത് സമയങ്ങളിൽ അവർ വ്യക്തമായ രീതിയിൽ ഇതിൻ്റെ കോൺട്രാക്ട് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ പേപ്പറുകൾ പാസ്സാകുന്നുണ്ട്, പൈസ ഫണ്ടുകളും പോകുന്നുണ്ട്. ഇതൊന്നും എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പറയുന്ന പോലെ അവരെ കുറ്റം പറയാനും എടുക്കാനുമില്ല. A to Z, അതായത് കോർപ്പറേഷനിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ മുതൽ രാഷ്ട്രീയക്കാരായിരിക്കുന്ന എല്ലാവരും ഇതിൻ്റെ പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. ഇതുകൊണ്ട് എന്ത് വേണമെന്ന് പറയുമ്പോൾ ആർക്കും ഇവിടെ കോൺട്രാക്ടേഴ്സിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടം പോലെ ചെയ്യുന്നത്. അവർ പറയുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് കിട്ടുന്ന കോൺട്രാക്റ്റിനനുസരിച്ചുള്ള പൈസയ്ക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. കാരണം കോൺട്രാക്റ്റ് ഇവർക്ക് പാസ്സായി വരുന്ന സമയത്ത് തന്നെ പണ്ട് പോലെ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വിഹിതങ്ങൾ വെക്കുക. പിന്നെ ബാക്കിയുള്ള പൈസ കൊണ്ട് അവരെന്തോ ചെയ്യാനാണ്? ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പോകും. ഇപ്പോൾ കാണുന്ന പോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കോരി എന്ന് പറഞ്ഞ് വെച്ചു, പേപ്പറിലൊക്കെ വന്നു. ഇവിടെ ഒരു ശുചീകരണം നടത്തിയെന്ന് പറഞ്ഞ് തഥൈവ തന്നെ ആ കോരി വെച്ച സാധനം എടുത്തു മാറ്റാതിരിക്കുന്നത് കൊണ്ട് മഴ പെയ്തപ്പോൾ അത് അങ്ങനെ തന്നെ ഓടയിലേക്ക് വന്നു. ഇപ്പോൾ എല്ലാം ബ്ലോക്കായി. ഈ പ്രദേശത്തുള്ള വീടുകളിലൊക്കെ വേലിയേറ്റം വരുമ്പോഴും മഴ വരുമ്പോഴും വീടുകളൊക്കെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുക. നമ്മളവിടെ ചെന്ന് അവരുടെ വീട്ടിലേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥകളാണ്. ഇതിനൊക്കെ ഒരു പരിഹാരം നടത്താത്തത് കൊണ്ട് ഇത് വർഷങ്ങളായിട്ട് നടക്കുന്നൊരു കാര്യം, ഇന്ന് ഈ ഒരു വർഷത്തിൽ നടന്നതല്ല. എത്രയോ തവണകൾ ഞങ്ങൾ പറയുകയും എടുക്കുകയും ചെയ്തിട്ട് യാതൊരുവിധ ഉത്തരവാദിത്വങ്ങളും അവർ കാണിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അധികാരികളുടെ ഹൃദയത്തിലും അവരുടെ മനസ്സുകളിലും കണ്ണുകളിലും മോളിലൊക്കെ ആയിട്ട് ഇതൊന്നും അവരുടെ മുമ്പിൽ എത്തിയിട്ട് ഒരു പരിഹാരം അവർ ചെയ്യണം. ഇല്ല എങ്കിൽ ചെയ്യുന്നത് വരെ ഇങ്ങനെയുള്ള രീതിയിലുള്ള പ്രവൃത്തികൾക്ക് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ ഇങ്ങനൊരു കാര്യങ്ങൾ മാത്രം, ഇതിന് മുമ്പേ സമരപരിപാടികളോ മറ്റുള്ള കാര്യങ്ങളനുസരിച്ച് എങ്ങനെയാണോ ഇതിനൊരു പരിഹാരം കാണുന്നത് വരെ ഞങ്ങളിവിടെ തീരുമാനിച്ചിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധം ഞങ്ങൾക്കുണ്ടായിരിക്കും. അപ്പോൾ അതിനെ അനുഗ്രഹിക്കട്ടെ. ഇത് തന്നെയാണ് വീണ പറഞ്ഞ, ഒരു തരത്തിലും ഉള്ള പരിഹാരം കാണാത്ത സാഹചര്യത്തിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. എന്താണ് ഇനിയും മൊത്തത്തിൽ ഇതിൻ്റെ ഒരു പ്രതിവിധിയായിട്ട് നിങ്ങൾ കാണുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതിവിധി എന്ന് പറയുന്നത്, ഓരോ കൊല്ലം ടെൻഡർ വിളിച്ച് നമ്മൾ ഈ മാർക്കറ്റ് ഞങ്ങൾ രണ്ടുപേരും കൊണ്ടാണ് ഈ കൊല്ലം എടുത്തിരിക്കുന്നത്. ഓരോ തവണ എടുക്കുന്ന ഓരോരുത്തരെ സംബന്ധിച്ചും എല്ലാവരും പറയുന്നത് ഈ ബുദ്ധിമുട്ടിനെ കുറിച്ചാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കും പറ്റിയത് ആൾക്കാർ വരുന്നില്ല. ഞങ്ങൾ ഇത്രയും ലക്ഷക്കണക്കിന് രൂപ ഗവൺമെൻറ്റിന് കൊടുത്തിട്ടാണ്, വിത്ത് ടാക്സ് ഉൾപ്പെടെ കൊടുത്തിട്ടാണ് ഈ മാർക്കറ്റ് പിടിച്ചിരിക്കുന്നത്. പക്ഷേ ആൾക്കാരും വരുന്നില്ല. കാരണം ഈ ഫുഡ് വേസ്റ്റും അതും ഇതും കൊണ്ട് ഇടുന്നത് മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കൊണ്ട് പട്ടികളുടെ ബുദ്ധിമുട്ട് ഒന്നാമത്തെ കാര്യം. നിറച്ച് പട്ടികളാണ് ഇവിടെ. കാരണം കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഈ ഫുഡ് വേസ്റ്റ് അടിക്കാനോ അത് ഇപ്പോൾ ഈ റോഡിൽ ചെന്ന് നോക്കിയാൽ തന്നെ കാണാം നിറച്ച് പട്ടികളുടെ ശല്യങ്ങൾ. അതുകൊണ്ട് ആൾക്കാർ പേടിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നില്ല. മാർക്കറ്റ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞ നഷ്ടത്തിലേക്ക് പോകുന്ന ഒരു ഗതികേടിലേക്കാണ് ഞങ്ങൾ വരുന്നത്. കാരണം ഗവൺമെൻറ് ഓരോ കൊല്ലങ്ങളും ഇത്ര ലക്ഷം രൂപ വർധനവാണ് മാർക്കറ്റിലെ ഏലവുമായിട്ട് ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ വർധനവ് ഉൾക്കൊണ്ട് തന്നെ GST ഉൾപ്പെടെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ഈ മാർക്കറ്റ് പിടിച്ചിട്ട് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടത്തിലേക്കാണ് ഈ മാർക്കറ്റ് കൊണ്ട് ഞങ്ങളുടെ അനുഭവം എന്ന് പറയുന്നത്. പിന്നെ അധികാരികളിലേക്ക്, ഇപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ അധികാരികളിലേക്ക് അവരുടെ കണ്ണ് തുറക്കുക, ഇതെങ്ങനെ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യുക. ഒരുപാട് പദ്ധതികൾ പ്ലാൻ ചെയ്ത് ഇപ്പോൾ ഒരു മൂത്രപ്പുര അവിടെ കെട്ടി, ഒരാൾ പോലും അത് ഉപയോഗിക്കുന്നില്ല. കാരണം അതിനുള്ളൊരു സംരക്ഷണം അവിടെ ഇല്ല.
എല്ലാവരും അവിടെ ഇവിടെ മാറിയെന്ന് ഉപയോഗിക്കുന്നതല്ലാതെ ആരും അത് ഉപയോഗിക്കുന്നില്ല. ഈ വേസ്റ്റുകൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നതുകൊണ്ട് ഈ ജനങ്ങൾക്ക് നരകമല്ലാതെ നല്ലൊരു രീതിയിലേക്ക് ഇത് മുന്നോട്ട് പോകില്ല. അധികാരികളുടെ കണ്ണ് എത്രയും പെട്ടെന്ന് തുറക്കട്ടെ. ഇത് എത്രയും പെട്ടെന്ന് മാറ്റി ഇത് നല്ല രീതിയിൽ പോയാൽ എല്ലാവർക്കും ഇതുകൊണ്ട് ഗുണം ചെയ്യുമെന്നുള്ളതാണ് പറയാനുള്ളത്. വീണ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും ഈ മാലിന്യം എത്രയും വേഗം ഇവിടെ നിന്ന് നീക്കുക. അതോടൊപ്പം തന്നെ ഓടകൾ ശുചീകരിക്കുക. കൊതുക് വളരുന്നതിനുള്ള സാഹചര്യങ്ങൾ കോർപ്പറേഷൻ തന്നെ ഉണ്ടാക്കുന്ന ആ ഒരു സമീപനം ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ ഇവിടുത്തെ അംഗൻവാടി കുട്ടികൾ 10-20ലധികം കുട്ടികൾ പഠിക്കുന്ന ഒരു അംഗൻവാടിയാണ്. 2.5 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളാണ്. അവരുടെ ആരോഗ്യത്തിനെങ്കിലും ഒരു വില കൽപ്പിക്കുക. അതോടൊപ്പം തന്നെ ഈ ശൗചാലയങ്ങൾ അത് കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ട് പുറം സ്ഥലങ്ങളിലെ വിസർജ്യം ഒഴിവാക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കുക എന്നീ ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, നമ്മൾ ഇതിനുള്ള ഫണ്ടുകൾ വന്നത് എവിടേക്ക് പോയി എന്ന് ചോദിച്ചപ്പോൾ ഓരോ മനുഷ്യനും ഒരുപോലെ പൊട്ടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. അത് അത്രയ്ക്കും തമാശയായി ഇവിടുത്തെ പ്രവർത്തനങ്ങളും ഫണ്ട് വിനിയോഗവും മാറിക്കഴിഞ്ഞു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും. ഇത്തരം ഇവരുടെ ഈ വലിയ പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരമാകട്ടെ. നമ്മുടെ ഈ വാർത്തയും അതിൻ്റെ ഒരു തുണയാവട്ടെ എന്ന് പ്രത്യാശിക്കാം. വീണ, നമുക്ക് കോഴിക്കോടേക്ക് പോകാം. അവിടെ നിന്ന് കനോലി കനാലിന് സമീപത്ത് നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ ചെയ്യുന്നുണ്ട്. ഗോകുൽ, ഒരല്പമെങ്കിലും ആശ്വാസം അല്ലെങ്കിൽ മാറ്റം, ചില കാര്യങ്ങളെങ്കിലും നടക്കുന്നത് എന്ന് പ്രതീക്ഷിക്കുന്നിടം കോഴിക്കോടാണ്. പക്ഷേ ഇപ്പോൾ ഈയിടെയായി അവിടെ നിന്നും മറ്റ് വാർത്തകളല്ല വരുന്നത്. ഇതേപോലെ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്നതും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തതും അല്ലെങ്കിൽ വീണ്ടും ആ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നതൊക്കെയുള്ള വാർത്തകൾ തന്നെയാണ്. എന്താണ് കനോലി കനാലിൻ്റെ അവസ്ഥ? ഇപ്പോഴും വാർത്തകളിൽ ഈ മാലിന്യ കുമിഞ്ഞുകൂടുന്നതായി വരുന്ന ഒരു ഇടം കൂടിയാണത്. ഈ കോഴിക്കോട് ജില്ലയിലെ മഴക്കാല പൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് കർശന നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു പൂർവ്വകാല ശുചീകരണവും ഈ കോഴിക്കോട് ജില്ലയിലെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പരിധിയിൽ നടത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഈ കുടുംബശ്രീ പ്രവർത്തകരുടെ ഭാഗമായിട്ട് കുടുംബശ്രീയിലെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ വീടുകൾ കയറിയുള്ള ഈ മാലിന്യ വസ്തുക്കൾ ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മാസാമാസം മുറ തെറ്റാതെ നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നു. എന്നാൽ അതിനപ്പുറത്തേക്ക് ഈ വീടുകളിൽ നിന്നുള്ള വേസ്റ്റുകളൊക്കെ ഈ നഗരം കേന്ദ്രീകരിച്ചുള്ള സ്ഥലങ്ങളിൽ റോഡിൻ്റെ സൈഡിൽ കൊണ്ടിടുക, ഇതുപോലെയുള്ള ജലാശയങ്ങളിൽ കൊണ്ടിടുക തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെ വ്യാപകമായി തന്നെ നടക്കുന്നു. പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കോർപ്പറേഷൻ്റെ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും അതിനൊന്നും ആരും മുതിരുന്നില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതൊന്നും അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കനോലി കനാലിൻ്റെയും സരോവരം ബയോ പാർക്കിൻ്റെയും സമീപത്തുള്ള ഒരു റോഡിലാണ്. ഇതിലേക്കൂടെ ആയിരക്കണക്കിന് വാഹനങ്ങൾ നിരവധി കടന്നു പോകുന്നതാണ്. എന്നാൽ ഒരു വൈകുന്നേരം 6 മണിയോടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സ്വാഭാവികമായിട്ടും ജനത്തിരക്കില്ലാത്തൊരു സ്ഥലമായി മാറും. ഈ സ്ഥലങ്ങളിലാണ് ഇതുപോലെയുള്ള അവശിഷ്ടങ്ങൾ, ഭക്ഷ്യാവശിഷ്ടങ്ങളുണ്ട്, വസ്ത്രാവശിഷ്ടങ്ങളുണ്ട്, കുട്ടികളുടെ ഡയപ്പർ ഉൾപ്പെടെയുള്ള സാധനങ്ങളുണ്ട്. ഇതൊക്കെ വലിച്ചെറിഞ്ഞ് വലിയ രീതിയിൽ മലിനീകരണത്തിന് ഈ പ്രദേശത്തെ ഒരു രോഗത്തിൻ്റെ കേന്ദ്രമായി മാറ്റുന്നതിലേക്കൊക്കെ ഇത് നടത്തുന്നത്. കണ്ടൽക്കാടുകളൊക്കെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയൊന്നും നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. കണ്ടൽക്കാടുകളുടെ ഒരു കേന്ദ്രം കൂടിയായ സ്ഥലത്താണ് ഇത്തരത്തിൽ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് ഇത്തരത്തിൽ പരിസ്ഥിതി മലിനീകരണത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഒരാഴ്ച കാലത്തെ ഈ കോഴിക്കോട് ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ വിവിധ പകർച്ചവ്യാധികളും രോഗങ്ങളുമായി ചികിത്സ തേടിയ ആളുകളുടെ എണ്ണം പരിശോധിച്ചാൽ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോഴുള്ള ഭവിഷ്യത്തുകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഏകദേശം 7000-ഓളം രോഗികളാണ് ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ മാത്രം ചികിത്സ തേടിയിട്ടുള്ളത്. അതിൽ ഈ കഴിഞ്ഞ 7 ദിവസങ്ങളിൽ 5ഓളം ആളുകൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായി. മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ്, പകർച്ചവ്യാധി തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ച് 5ഓളം രോഗികൾ ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സയിൽ തേടിയ ആളുകൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയ ആളുകളുടെ കണക്കുകളൊക്കെ എടുക്കുമ്പോൾ ഇതിലും എത്രയോ ഇരട്ടിയാവാനുള്ള സാധ്യതയാണ്. ഇന്നലെ മാത്രം 850-ലധികം ആളുകളാണ് ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സയിൽ തേടിയിട്ടുള്ളത്. ഇതൊക്കെ വരുത്തി വെക്കുന്ന ഒരുപക്ഷെ ജനങ്ങളുടെ ഈ രീതിയിലുള്ള പ്രവൃത്തി കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇതിനെ തടയാൻ വേണ്ടി കോർപ്പറേഷനോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടമോ കാര്യമായ ഒരു നടപടിയിലേക്കും കടക്കുന്നില്ല എന്നാണ് നമുക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ ഭക്ഷ്യ വേസ്റ്റുകൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇതൊന്നും അധികമേറെ പഴക്കമുള്ളതൊന്നുമല്ല. ചില സാധനങ്ങളൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എത്ര ദിവസം പഴക്കമുള്ള സാധനമാണെന്നുള്ളത്. ഒരേ സമയത്ത് തന്നെ ഒരുപാട് നാളുകൾ പഴക്കമുള്ള അവശിഷ്ടങ്ങൾ ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ പുതിയതായിട്ടുള്ള അവശിഷ്ടങ്ങളും ഇവിടെയുണ്ട്. ഇത് എടുത്തു കൊണ്ടുപോകാനോ നല്ല രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യാനോ ഉള്ള ഒരു സംവിധാനം കോർപ്പറേഷൻ ഇല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് കോർപ്പറേഷൻ കടക്കുന്നില്ല. സ്വാഭാവികമായിട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇതിനെ പ്രതികരിച്ചുകൊണ്ട് ഇത് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വരുന്നുണ്ടെങ്കിലും ഈ രീതിയിൽ ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സരോവരം ബയോ പാർക്കിനോട് തൊട്ടടുത്തിട്ടുള്ള ഒരു സ്ഥലമാണ്. എന്നാൽ വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ആരുമില്ല. ഒരു ആളനക്കമില്ലാത്ത സ്ഥലമാണ്. പല ആളുകളും വണ്ടിയിലും മറ്റും കൊണ്ട് ഭക്ഷ്യാവശിഷ്ടങ്ങൾ ഇവിടെ തള്ളിയിട്ട് പോകുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ ഉള്ളത്. ഇതിനപ്പുറത്താണ് നൂറുകണക്കിന്
വിനോദസഞ്ചാരികൾ വന്നിരിക്കുന്ന ഒരു സ്ഥലം. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. വളരെ ദുർഗന്ധമുള്ളൊരു സ്ഥലമാണ്. ഇതിലേക്ക് നടന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുക എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പലതരത്തിലുള്ള രോഗങ്ങൾ വരും. ഈ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ ആദ്യം പൊട്ടിപ്പുറപ്പെടുന്നത് ഇവിടെയാണ്. ഇതിന് അടുത്ത് തന്നെയായിട്ടാണ് കനോലി കനാൽ സ്ഥിതി ചെയ്യുന്നത്. കനോലി കനാലിൻ്റെ ചരിത്രം നമുക്കറിയാവുന്ന 1848കളിലാണ് ഈ കനോലി കനാൽ നിർമ്മിക്കുന്നത്. ജലഗതാഗതമൊക്കെ സുഗമമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് അത്തരത്തിലുള്ള കനാലി കനാൽ നിർമ്മിച്ചത്. എന്നാൽ അതും ഇന്ന് പലതരത്തിലുള്ള രോഗത്തിൻ്റെ ഒരു കേന്ദ്രമാണ് എന്ന് പറയേണ്ടതായിട്ട് വരും. കാരണം ഇതിൽ മണ്ണും ചളിയും നിറഞ്ഞിട്ട് ഇതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒഴുക്ക് തടസ്സപ്പെടുന്നൊരു സാഹചര്യമാണുള്ളത്. 2022 ഈ കനാലിൻ്റെ ശുചീകരണത്തിനായിട്ട് 1118 കോടി രൂപ നീക്കി വെക്കുമെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞതാണ്. അന്ന് മുഹമ്മദ് റിയാസ് മന്ത്രി മുഹമ്മദ് റിയാസൊക്കെ അത് സർക്കാരിൻ്റെ വലിയ നേട്ടമായിട്ട് എടുത്തു കാണിക്കുകയും കനോലി കനാലിൻ്റെ വികസനം സാധ്യമാകുന്നതോടെ കോഴിക്കോട് വലിയ രീതിയിൽ വികസന കുതിപ്പിലേക്ക് എത്തും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു കനാലിൻ്റെ നവീകരണത്തിന് വേണ്ടി 1118 കോടി രൂപ മാറ്റിവെക്കുമെന്ന് സർക്കാർ പറയുമ്പോൾ തന്നെ അതിൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ അതിൻ്റെ വലുപ്പം, അതിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ് എന്നും ഈ 1118 കോടി രൂപ ചിലവഴിച്ച് മാലിന്യം നീക്കം ചെയ്യാൻ മാത്രമുള്ള എത്രത്തോളം മാലിന്യമാണ് ഇവിടെ ഉണ്ടാവുക എന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി സാധിക്കുന്നതേ ഉള്ളൂ. എന്നാൽ ഈ 1118 കോടി രൂപ ഇതുവരെ വകയിരുത്തുകയോ ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ഘട്ടം കഴിയുമ്പോൾ മാലിന്യം കൂമ്പാരമാകുന്ന സമയത്ത് കോർപ്പറേഷൻ്റെ ഇറിഗേഷൻ വകുപ്പ് എന്തെങ്കിലും തരത്തിൽ ഈ മുകളിൽ കൂടെ ഒഴുകി നടക്കുന്ന മാലിന്യങ്ങൾ എടുത്തു മാറ്റുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ അടിയിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ചെളി നീക്കം ചെയ്യാനോ ഇതിനെ സ്വാഭാവികമായിട്ടുള്ള ഇതിന് ഒഴുക്ക് വീണ്ടെടുക്കാനുള്ള നടപടികളിലേക്കൊന്നും കോർപ്പറേഷനോ ജില്ലാ ഭരണകൂടമോ അല്ലെങ്കിൽ ജലസേചന വകുപ്പോ ഒന്നും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ എല്ലാ വർഷവും ഈ കനോലി കനാലുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നമ്മൾ കൊടുക്കുന്നത് മീനുകൾ ചത്തുപൊങ്ങി എന്നുള്ളതാണ്. അതായത് 11.4 കിലോമീറ്റർ നീളത്തിലാണ് ഈ കനാൽ നിർമ്മിച്ചിട്ടുള്ളത്. കല്ലായിപ്പുഴ മുതൽ കോരപ്പുഴ വരെ നീളമുള്ള 11.4 കിലോമീറ്റർ. ഇതിൻ്റെ ഇടയിൽ എല്ലാ വർഷവും ഒരു സമയമാവുന്ന സമയത്ത് മീനുകൾ ചത്തുപൊന്താൻ തുടങ്ങും. ഈ മീനുകൾ ചത്തുപൊന്താൻ തുടങ്ങുന്ന സമയത്താണ് കോർപ്പറേഷൻ ഇടപെടുന്നത്. കോർപ്പറേഷൻ ഇടപെട്ട് ആ മീനുകളെയൊക്കെ മാറ്റി ഇതിൻ്റെ മുകളിൽ കൂടി ഒഴുകുന്ന ഈ പ്ലാസ്റ്റിക്കുകളും മറ്റും ഒക്കെ എടുത്തു മാറ്റി ഇതിനെ ഇതിനെ പുറമേ നോക്കിക്കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിലാക്കി മാറ്റിയല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു 1118 കോടി രൂപ എന്നുള്ളത്. അതുതന്നെയാണ് ഈ കനോലി കനാൽ എത്രത്തോളം മാലിന്യം നിറഞ്ഞതാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരു കനാലിൻ്റെ നവീകരണത്തിന് വേണ്ടി ഇത്രയും തുക മാറ്റിവെക്കുമെന്ന് സർക്കാർ പറയണമെങ്കിൽ ആ തുക മാറ്റിവെച്ചിട്ടില്ല, അത് കണ്ടെത്തിയിട്ടില്ല, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്, എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അത്തരത്തിലൊരു തുക മാറ്റിവെക്കേണ്ടതായി സർക്കാരിന് തോന്നുന്നുണ്ടെങ്കിൽ എത്രത്തോളം മാലിന്യം കൂമ്പാരമായിട്ടായിരിക്കും ഇത് കിടക്കുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ രീതിയിലാണ് എനിക്ക് തോന്നി ജനവാസ മേഖലകളിലൊക്കെ ആളുകൾ ഇതുപോലെ മാലിന്യങ്ങൾ വലിച്ചെറിയുമ്പോൾ അവിടെ ക്യാമറ വയ്ക്കുകയും ആളുകൾ അവരുടേതായ സ്വന്തം നിലയ്ക്ക് ക്യാമറ വയ്ക്കുകയും ഇവിടെ മുന്നറിയിപ്പ് ബോർഡുകൾ വയ്ക്കുകയും ഇവിടെ ഇത് ക്യാമറ നിരീക്ഷണത്തിലാണെന്നുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ വയ്ക്കുകയും പിന്നെ നഗരസഭയെ അറിയിക്കുകയും അവർ വന്ന് അതെടുത്തിട്ട് പോകാൻ നിർബന്ധിതരാകുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ കനോലി കനാൽ പോലെയുള്ള ഇപ്പോൾ ഗൂഗിൾ കാണിച്ച ഭാഗങ്ങളിലൊക്കെ എന്ന് പറയുന്ന അത്ര ജനവാസ മേഖലകളല്ലാത്തത് കൊണ്ട് തന്നെ അവിടേക്കൊന്നും വേണ്ടത്ര ശ്രദ്ധ അധികാരികളുടെയോ അല്ലെങ്കിൽ നാട്ടുകാരുടെയോ തന്നെ പെടുന്നില്ല. പക്ഷെ നാട്ടുകാർ ഈ സ്ഥലം കാണുന്നുണ്ട്. എങ്ങനെ ഈ വേസ്റ്റ് കൊണ്ടുവന്ന് വലിച്ചെറിയാൻ ഒരിടമെന്ന രീതിയിൽ എല്ലാവർക്കും സുപരിചിതമായ ഒരിടമാണ്. പക്ഷെ അതിൽ ആ വെള്ളം അത് ഒഴുകി ഓരോരുത്തരുടെയും വീടുകളിലേക്ക് തന്നെയാണ് ചെല്ലുന്നതെന്നുള്ള ബോധമില്ലാതെയാണ് ഈ വലിച്ചെറിയുന്നത്. റോഡിലൂടെ നടന്നു പോകുന്ന ആളുകൾ പോലും കുപ്പിയും പ്ലാസ്റ്റിക്കും ഒക്കെ അതിലേക്ക് വലിച്ചെറിയുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഈ കനാൽ സംരക്ഷിക്കാൻ എന്നുള്ളത് പോട്ടെ, ഈ മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനോ മാലിന്യം ശേഖരിച്ചു കൊണ്ടുപോയി തള്ളുന്നതിനോ ഒക്കെ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നീക്കങ്ങൾ എപ്പോഴെങ്കിലും നടന്നിട്ടുണ്ടോ? നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗ്രൗണ്ട് റിപ്പോർട്ടിൻ്റെ വിഷയം ഇന്നതാണ് എന്നതുമായി ബന്ധപ്പെട്ട് ഈ കനോലി കനാലിൻ്റെ നിലവിലെ സ്റ്റാറ്റസ് എന്താണ്, അത് നവീകരിക്കാനുള്ള എന്തെങ്കിലും നടപടികൾ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ടോ എന്ന കാര്യം അന്വേഷിക്കാൻ വേണ്ടി നഗരസഭാ പ്രതിപക്ഷ നേതാവിനെ ഫോണിൽ ബന്ധപ്പെട്ട സമയത്ത് അവർ പറയുകയുണ്ടായി. ഈ 2022 വരെ ഈ മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ കനാൽ നവീകരിക്കുന്ന ഒരു പ്രവർത്തനം എല്ലാ വർഷവും കൃത്യമായി നടത്താറുണ്ട്. കാരണം ഈ കനോലി കനാൽ നവീകരണം വേണ്ട രീതിയിൽ നടപ്പിലാക്കാൻ സാധിച്ചില്ലെങ്കിലും മഴക്കാലപൂർവ്വ ശുചീകരണം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനം
പ്രവർത്തനങ്ങൾ നടത്താറുണ്ടായിരുന്നു. എന്നാൽ ഈ 2022 ഈ തുക പാസാക്കുമെന്നും ഇതിനെ വലിയ രീതിയിൽ അന്താരാഷ്ട്ര ടൂറിസം കേന്ദ്രമാക്കി മാറ്റുമെന്നും ജലഗതാഗതം ഉൾപ്പെടെയുള്ള ചരക്കു നീക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിലെ കൂടെ സുഗമമാക്കുമെന്നും ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്നതിന് ശേഷം ഈ കോർപ്പറേഷന്റെ ഭാഗത്ത് ഇത്തരത്തിലൊരു നടപടി ഉണ്ടാവുന്നില്ല. കാരണം ഇത് സംസ്ഥാന സർക്കാർ പരിഗണിക്കുന്ന ഒരു വിഷയമാണ്. അവർ ഇതിനു വേണ്ടി ഇത്തരത്തിലൊരു തുക 1100 കോടിയിലധികം രൂപ നീക്കിവെക്കാൻ തയ്യാറായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് സംസ്ഥാന സർക്കാർ ചെയ്യുമെന്ന് കരുതി കോർപ്പറേഷൻ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കാരണം കഴിഞ്ഞ 2022 വരെ ഇത്തരത്തിലൊരു നടപടികൾ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ടെങ്കിലും പിന്നീട് അത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് കോർപ്പറേഷന്റെ എന്തെങ്കിലും നടപടിയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് കോർപ്പറേഷന്റെ ഭരണാധികാരികൾ തയ്യാറായിട്ടില്ല. ഈ വലിയ മഴ വരുന്ന സമയത്ത് ഒരു ഭാഗത്തേക്ക് ഈ വേസ്റ്റുകളൊക്കെ ഒഴുകി അങ്ങ് പോകും. ഒരു കല്ലായിപ്പുഴയുടെ ഭാഗത്തേക്ക് പോകും, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് നിന്ന് കോരപ്പുഴയുടെ ഭാഗത്തേക്ക് അങ്ങ് പോകും. അവിടെ പോയി തങ്ങി നിൽക്കുന്നതാണ്. അതല്ലാതെ മറ്റൊരു നടപടിയും സ്വാഭാവികമായിട്ടുള്ള ഒഴുക്കിന്റെ ഭാഗമായി ഇത് ഒഴുകുന്നതല്ലാതെ അവിടെ മറ്റൊരു നടപടിയിലേക്കും കടക്കുന്നില്ല. ഇങ്ങനെ ഒരു സ്ഥലത്ത് കൂടി നിൽക്കുന്ന സമയത്ത് ഈ കോർപ്പറേഷന്റെ ആളുകൾ വന്നിട്ട് ഇത് എടുത്തു കൊണ്ടുപോകും. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണിക്കുന്നത് ഈ കല്ലായിപ്പുഴയുടെ കനോലി കനാലിന്റെ തന്നെ മറ്റൊരു വശമാണ്, അതിന്റെ ഭാഗമായിട്ടുള്ള മറ്റൊരു വശമാണ്. ഇവിടെയൊക്കെ എത്ര എന്തൊരു ഇവിടുത്തെ ജനങ്ങളുടെയൊക്കെ ആരോഗ്യം ഏതെങ്കിലും രീതിയിൽ നന്നായി പോകുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഭാഗ്യം കൊണ്ട് തന്നെയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി സാധിക്കും. കാരണം ഇഴജന്തുക്കളുണ്ട്. ഇത് ഈ ജലത്തിലേക്കൊക്കെ സൂം ചെയ്ത് കാണിച്ച ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓരോ കീടങ്ങളൊക്കെ ഇങ്ങനെ കളിക്കുന്നത്. ഇതിൽ ചാക്കുകൾ കെട്ടി മാലിന്യങ്ങൾ കൊണ്ട് തള്ളിയൊരു അവസ്ഥയുണ്ട്. ഇതിൽ ഒരുപോലെ തന്നെ നമ്മളിപ്പോൾ കോർപ്പറേഷൻ ഈ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം നടപടികളെ തടയാൻ വേണ്ടി കോർപ്പറേഷൻ ഒരു നടപടി സ്വീകരിക്കുന്നില്ല. ഇത് ഈ പറഞ്ഞ പോലെ ജനവാസ കേന്ദ്രമല്ലെങ്കിൽ കൂടിയും ഇതിന്റെ മറുവശം, നമ്മളിപ്പോൾ നിൽക്കുന്നതിന്റെ മറുവശത്ത് വിനോദസഞ്ചാരികളായിട്ടുള്ള ആളുകൾ ഒരുപാട് നൂറുകണക്കിന് ആളുകൾ വന്നിരിക്കുന്ന സ്ഥലമാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ക്ഷീണം മാറ്റാൻ വേണ്ടി, തൊഴിലാളികളായിട്ടുള്ള ആളുകൾ വിശ്രമിക്കാൻ വേണ്ടി വരുന്ന സ്ഥലമാണ്. ഇവിടെ കാണുന്ന ഈ റോഡ് സൈഡിൽ കാണുന്ന മരങ്ങളൊക്കെ കോർപ്പറേഷൻ നട്ടുപിടിപ്പിച്ചിട്ടുള്ളതാണ്. ഒരു തണൽ വിശ്രമ കേന്ദ്രം എന്നുള്ള രീതിയിൽ കോർപ്പറേഷൻ നട്ടുപിടിപ്പിച്ചിട്ടുള്ള മരങ്ങളാണ് നമ്മൾ ഈ റോഡിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണിച്ച സ്ഥലങ്ങളൊക്കെ. അവിടെയൊക്കെ ആളുകൾ വന്നിരിക്കുന്നതും സംസാരിക്കുന്നതും മറ്റുമാണ്. പക്ഷേ ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇവിടെ നിൽക്കുക വളരെ പ്രയാസമാണ്. കാരണം വൃത്തിഹീനമായ ഒരു അന്തരീക്ഷം. മഴ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ആരും സ്വാഭാവികമായിട്ട് വരില്ല. മഴ വരുന്നതിന് മുമ്പ് 2 ആഴ്ച മുമ്പ് വരെ നമ്മൾ ഇതിലേക്കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ആളുകൾ ഉണ്ടാവാറുണ്ടായിരുന്നു. അത്തരത്തിലുള്ള വൃത്തിഹീനമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ഇതൊന്നും നീക്കം ചെയ്യാൻ ഭരണകൂടം തയ്യാറാവുന്നില്ല എന്നുള്ളത് ഏതെങ്കിലും ഒരു വകുപ്പ് മറ്റൊരു വകുപ്പിനെ കുറ്റപ്പെടുത്തി സ്വന്തം കൈ കഴുകാനുള്ള ഒരു നടപടിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സമീപനമാണ് അവരുടെ ഭാഗത്ത് ഉണ്ടാവുന്നതെന്നാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഒരു ഭാഗത്ത് വെള്ളം മലിനമാക്കുന്നു, മറ്റൊരു ഭാഗത്ത് മണ്ണ് മലിനമാക്കുന്നു. ഇത്തരത്തിൽ ഈ ഭാഗത്ത് നിന്ന്, ഇത് കോർപ്പറേഷന്റെ പരിധിയിലുള്ള സ്ഥലമാണ്, കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും ഇത് നീക്കാൻ വേണ്ടി ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെയുള്ള ഇതൊക്കെ ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലമാണ്. CCTV ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്ഥാപിക്കുകയോ അത് നിരീക്ഷിക്കുകയോ അതിന് കൃത്യമായി ഫൈൻ ഇടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പ്രവണതകൾ ഒരു പരിധിവരെ തടയാൻ വേണ്ടി സാധിക്കുന്നതാണ്. കാരണം നേരത്തെ ഈ കനോലി കനാലിൽ മാലിന്യം നിക്ഷേപിച്ച 50ഓളം സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും അവർക്ക് പിഴ ഈടാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ആ പ്രവർത്തനങ്ങൾ മുന്നിലേക്ക് പോവാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള അന്തരീക്ഷം വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് ഈ പറഞ്ഞ പോലെ കണ്ടൽക്കാടുകളും മറ്റും ഉൾപ്പെട്ടുള്ള സ്ഥലമാണ്. ഈ കനോലി കനാലുമായി ബന്ധമുള്ളൊരു സ്ഥലമാണ്. വ്യവസായ സ്ഥാപനങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഇത്തരമുള്ള സ്ഥലങ്ങളിലേക്ക് ഈ വേസ്റ്റ് കൊണ്ടിടുന്നത് വൈകുന്നേരങ്ങളിലാണ്. ഈ വൈകുന്നേരങ്ങളിലെങ്കിലും ഇത് നിരീക്ഷിക്കാനോ ഇത് തടയാനോ ഉള്ള നടപടികളിലേക്ക് ഭരണകൂടം, ജില്ലാ ഭരണകൂടവും കോർപ്പറേഷനും എന്തായാലും സ്വാഭാവികമായിട്ട് എത്തേണ്ടതാണ്. എത്തിയിട്ടില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ എന്തായാലും ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടാവും. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇവിടെയുള്ള കഴിഞ്ഞ ഒരാഴ്ചത്തെ ഈ ആഴ്ചയിൽ ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികൾ ചികിത്സ തേടിയ ആളുകളുടെ കണക്ക് ഞാൻ എടുത്തു പറയാൻ കാരണം കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ 7000-ലധികം ആളുകൾ ജില്ലയിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി എന്നുള്ളതാണ് കണക്ക്. മിനിയാന്ന് മാത്രം 850-ലധികം ആളുകൾ ചികിത്സ തേടി. മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ബാധിച്ച് 5ഓളം ആളുകൾ മരണപ്പെട്ടു. മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തണമെന്ന് കർശനമായ നിർദ്ദേശങ്ങൾ തദ്ദേശ വകുപ്പിനും തദ്ദേശ സ്ഥാപനങ്ങൾക്കും സെക്രട്ടറിക്കും പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നിർദ്ദേശം നൽകി. ഇവരെ വിളിച്ചു വരുത്തി ജില്ലാ കളക്ടറുടെ ചേംബറിൽ ഒരു യോഗം കൂടി. എന്നാൽ ഈ യോഗത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാവുന്നില്ല. കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടക്കുന്ന വീടുകളിൽ കയറിയുള്ള വേസ്റ്റ് സമാഹരണത്തിനപ്പുറത്തേക്ക് മറ്റൊരു നടപടികളും നടക്കുന്നില്ല. റോഡ് സൈഡിൽ ഉൾപ്പെടെ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ കുട്ടികളുടെ വിസർജ്യങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വലിച്ചെറിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത്തരത്തിൽ വളരെ ഇത് ഈ പ്രദേശത്തെ മാത്രം വിഷയമല്ല, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തെ മാത്രം വിഷയമല്ല. നമുക്ക് ഈ റോഡിൽ കൂടെ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിരവധി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. അത് മനസ്സിലാവുന്നുണ്ട് ഗോകുൽ. കാരണം ക്യാമറ മുന്നോട്ട് പോകുന്നതോറും കൂടുതൽ മാലിന്യം കെട്ടിക്കിടക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായും ഈ ഉച്ചനേരത്ത് അസുഖകരമായ ദൃശ്യങ്ങളാണ് ഞങ്ങൾക്ക് കാണിക്കേണ്ടി വരുന്നത്. പക്ഷേ ഇത് നമുക്കറിയാം,
മാലിന്യം ഒരിക്കലും നമുക്ക് വീട്ടിൽ സംസ്കരിക്കാൻ കഴിയുന്നതിന് പരിമിതികളുണ്ട്. അപ്പോൾ ആളുകൾ പലപ്പോഴും അത് നഗരസഭയോ അല്ലെങ്കിൽ വേണ്ട അധികാരികളോ അത് ശേഖരിച്ച് കൃത്യമായി സംസ്കരിക്കാൻ ഉള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കാത്തിടത്തോളം കാലം ഇത് ആളുകൾ ഇങ്ങനെ വഴിയിൽ തള്ളിയിട്ട് പോകുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഉണ്ടാകുന്നത്. അത് എത്രത്തോളം കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് തന്നെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ മറു ചിത്രം കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പകർച്ചപ്പനി ബാധിച്ചുകൊണ്ടൊക്കെ ആളുകൾ കൂടുതലായി അല്ലെങ്കിൽ മറ്റ് പകർച്ചവ്യാധികൾ ത്വക്ക് രോഗങ്ങളൊക്കെ ബാധിച്ചുകൊണ്ട് ആളുകൾ ആശുപത്രികളിലേക്ക് എത്തുന്നതിന് എണ്ണം കൂടുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു വശത്ത് നമ്മുടെ ആരോഗ്യത്തിന് എത്രത്തോളം മോശമായി ബാധിക്കുന്നു എന്നുള്ളത് വ്യക്തവുമാണ്. ഞാൻ രശ്മിയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. രശ്മി മറ്റൊരിടത്തേക്ക് പോയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെ എങ്ങോട്ട് മാറി നിന്നാലും ഈ മാലിന്യ കൂമ്പാരങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഈ മാലിന്യ കൂമ്പാരങ്ങൾ നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ അത് ഡ്രൈ ആയി നമുക്ക് അത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്ന് വിചാരിക്കാം. ഇത് മഴക്കാലമാണ്, പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിക്കണം. ഒരുപക്ഷെ റിപ്പോർട്ട് ചെയ്യാൻ ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങളും സൂക്ഷിക്കണം. കൊതുക് ഉണ്ടാക്കുന്ന രോഗങ്ങൾ വളരെ അധികം നമ്മുടെ നാട്ടിലുള്ള ഒരു കാലം കൂടിയാണ്. രശ്മി, എന്താണ് കൂടുതലായി ചേർക്കാനുള്ളത്? വീണ, ആ റോഡിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് നമ്മൾ നീങ്ങിയിരിക്കുന്നു. പക്ഷേ ഈ ഒരുപാട് മുന്നോട്ട് നീങ്ങിയപ്പോഴും അവിടെയും ഇതേ രീതിയിൽ തന്നെയാണ്. ഈ റോഡിന്റെ ഒരു അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ ഇതേ രീതിയിലുള്ള മാലിന്യങ്ങളാണ് കുമിഞ്ഞുകൂടി കിടക്കുന്നത്. ഇവിടെ ഈ സമീപത്തുള്ളവരോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. ചേട്ടാ, ഈ മാലിന്യങ്ങൾ ഇതേ രീതിയിൽ കൂടിക്കിടക്കുന്നത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടല്ലേ? അതെ, തീർച്ചയായിട്ടും അതെ. നമുക്ക് ഇവിടെ ഒരുപാട് ജനവാസം ആൾക്കാരുള്ള ഏരിയയാണ്. പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നു. അത് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്. ഇത് ഏറെ നാളായിട്ട് ഇങ്ങനെ കിടക്കുമല്ലേ? ഇത് ഓടയിൽ നിന്ന് വാരി റോഡിലേക്ക് ഇടുന്നു അല്ലേ? അത് കുറച്ച് നാളായിട്ട് ഇങ്ങനെ കിടക്കുന്നു. അത് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണം. ഒരുപാട് ആളുകളൊക്കെ ഈ കടകളിലൊക്കെ എല്ലാവരും കാര്യങ്ങളൊക്കെ സ്കൂളിൽ പോകാനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടാണത്. എന്താണ് ഇവിടുത്തെ ഈ മാലിന്യങ്ങളൊക്കെ കൂടിക്കിടക്കുന്ന വലിയ രീതിയിലൊരു ബുദ്ധിമുട്ടല്ലേ നമുക്ക്? പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ കൊച്ചു പിള്ളേർക്ക് ഇപ്പോഴത്തെ ചിക്കൻ ഗുനിയ ഡെങ്കിപ്പനി കാരണം ഒരുപാട് അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് മാറ്റില്ലെങ്കിൽ അടുത്ത മഴയാകുമ്പോൾ ഈ കംപ്ലീറ്റും മണലും ചാനും ഈ ഓടയ്ക്ക് തന്നെ വീണ്ടും ഇറങ്ങുകയും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനുള്ള തീരുമാനം കണ്ടുപിടിക്കുന്നതാണ് ഞാൻ പറയുന്നത്. ഈ റോഡിന്റെ ഒരു അറ്റം തൊട്ട് ഇങ്ങറ്റം ഇത്ര ദൂരെയും ഇത്രയും വേസ്റ്റ് കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത്രയും വേസ്റ്റ് ഒന്നെങ്കിൽ അവർ കംപ്ലീറ്റ് നീക്കം ചെയ്യാനായിട്ട് എന്തെങ്കിലും പോകുന്ന വഴി കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഇത് ഇവിടെ നിന്ന് മാറ്റം ചെയ്ത് വെള്ളം വെച്ച് അടയ്ക്കുകയോ എന്തെങ്കിലും രീതി കണ്ടുപിടിച്ചില്ലെങ്കിൽ അത് പിന്നീട് മഴ സമയമല്ലേ, കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന വഴികളൊക്കെയാണ്, വണ്ടിയിലും പോകുന്ന വഴിയാണ്. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. അതെ, ഈ ഇവിടുത്തെ അടുത്ത് താമസിക്കുന്നവരാണ് മറ്റൊരാൾ, ഈ സമീപത്തുള്ളവർ തന്നെയാണിത്. അതായത് മഴ പെയ്യുന്ന സമയത്ത് ഇത് വീണ്ടും ഒലിച്ച് റോഡിലേക്ക് പോകുന്നു. ഇത് പ്രധാനപ്പെട്ട റോഡാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ. അതുകൊണ്ട് തന്നെ ഈ വേസ്റ്റ് എല്ലാം തിരിച്ച് ഇവിടേക്ക് വരുന്നത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നുള്ളതാണ് ഈ പ്രദേശത്തുള്ളവരും പറയുന്നത്. ഈ സൈഡിലൊക്കെ കടകളൊക്കെ ഉണ്ട്, പക്ഷേ ആ കടകളിലൊന്നും ഇപ്പോൾ ആളില്ല. ഈ മഴയൊക്കെ പെയ്യുന്നത് കൊണ്ടും വേസ്റ്റ് ഒക്കെ ഉള്ളത് കൊണ്ടും ആവാം ഈ കടയൊക്കെ അടച്ചാണ് ആളുകൾ പോയിരിക്കുന്നത്. കാരണം വലിയ ദുർഗന്ധമൊക്കെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ അത്രത്തോളം ദുർഗന്ധമുണ്ട്. അത്രയും വേസ്റ്റുകളാണ് ഇവിടെ ഇതേ രീതിയിൽ കുമിഞ്ഞുകൂടി കിടക്കുന്നത്. ഏതായാലും ആരോഗ്യ വകുപ്പ് ഉൾപ്പെടെ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വരുന്ന 3 ആഴ്ച സംസ്ഥാനത്തിന് വളരെ നിർണായകമാണെന്നുള്ളതാണ് പറയുന്നത്. മഴ കുറച്ച് റോഡ് സൈഡിലൊക്കെ കാണുന്ന ചെറിയ റെസ്റ്റോറന്റുകൾ, ചെറിയ ഹോട്ടലുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ സാധാരണ തൊഴിലാളികളെ സംബന്ധിച്ചും ദിവസവേതനക്കാരെ സംബന്ധിച്ചും ഒക്കെ വലിയ ആശ്വാസമാണ്. കാരണം ചെറിയ തുകയ്ക്ക് അവിടെ നിന്ന് അവർക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടും എന്നുള്ളത്. പക്ഷേ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്, ഇപ്പോൾ രശ്മി നിൽക്കുന്നത് ആ മാലിന്യ കൂമ്പാരത്തിന് നേരെ ഓപ്പോസിറ്റ് കാണുന്നത് ചെറിയ ചില ഹോട്ടലുകളും ഒക്കെയാണ്. പക്ഷേ അതൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. ഇത്തരം ഒരു നമ്മുടെ ഉപജീവന മാർഗം മുട്ടിപ്പോകുന്നൊരു സാഹചര്യം കൂടി ഒരു വശത്ത് ഉണ്ട് അല്ലേ? കാരണം ഈ മാലിന്യം കാരണം അവിടെ ഈ കട തുടരാനാവാത്ത സാഹചര്യം, ഈ കടയില്ലാത്തത് കൊണ്ട് തന്നെ അന്നം മുട്ടിപ്പോകുന്ന സാഹചര്യം, ഇതൊക്കെ ഇതിൻ്റെ മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകളാണ് അല്ലേ? മഴ ആരംഭിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ കച്ചവടക്കാർക്കൊക്കെ കച്ചവടം വളരെ കുറവാണ്. മാത്രമല്ല വലിയ രീതിയിൽ ജീവിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാധാരണക്കാരൊക്കെയാണ്. അപ്പോൾ ഈ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടൊരു ഹോട്ടലോ അല്ലെങ്കിൽ ഒരു തട്ടുകടയോ എന്തെങ്കിലും തുടങ്ങുകയാണെങ്കിൽ ഒരിക്കലും നമ്മളാണെങ്കിൽ കൂടി ഭക്ഷണം കഴിക്കാൻ വൃത്തിയുണ്ടോ എന്നുള്ള കാര്യമാണ് ആദ്യം നോക്കുക. അപ്പോൾ മാലിന്യങ്ങൾ കൂടിക്കിടക്കുകയും വലിയ രീതിയിൽ ദുർഗന്ധമൊക്കെ നമുക്ക് അനുഭവിക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരിക്കലും നമ്മൾ ഇറങ്ങി അവിടെ നിന്ന് ഭക്ഷണം കഴിക്കില്ല. ആ രീതിയിൽ ആ കടകളൊക്കെ പൂട്ടിപ്പോകുന്നു. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇത്തരത്തിലുള്ള കടകളൊക്കെ ഇവിടെ അടഞ്ഞു കിടക്കുന്നു എന്നുള്ളത്. അവിടെ കച്ചവടമൊന്നും ഇല്ല എന്നുള്ളത്. കാരണം ഈ കടകളുടെ തൊട്ടു മുന്നിലാണ് ഓടയുള്ളത്. ഓടകളിൽ നിന്ന് മാലിന്യങ്ങൾ ഇതേ രീതിയിൽ, അതും പച്ചക്കറിയുടെ വേസ്റ്റും മറ്റ് അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക്കുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ സമീപത്തുള്ളവർ തന്നെ പറയുന്നു ഇത് ഈ റോഡിലേക്കൊക്കെ വരുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ട് എന്നുള്ളത്. ഇത് വീണ്ടും വാരി മുകളിലേക്ക് ഇടുന്നു, അത് വീണ്ടും മഴയത്ത് ഒലിച്ചിറങ്ങി വീണ്ടും തിരിച്ചു വരുന്നു. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഇതൊരു ഹൈവേ സൈഡിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി നഗരത്തിന്റെ മറ്റു പ്രദേശങ്ങളിലേക്ക്
ഉൾപ്രദേശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അവിടുത്തെ അവസ്ഥ ഇത് വീണ്ടും വളരെ ദയനീയകരമാണ്. ഈ പാളയം മാർക്കറ്റ്, ചാല മാർക്കറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, അവിടെയൊക്കെ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ചെളിയും മറ്റു മാലിന്യങ്ങളും അഴുക്കുകളും കുമിഞ്ഞുകൂടി കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അത് തന്നെയാണ് ഈ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നതിന് ഒരു സാഹചര്യം. ഇത് മഞ്ഞപ്പിത്തമാണെങ്കിലും മറ്റ് വൈറൽ രോഗങ്ങളാണെങ്കിലും ഇതൊക്കെ വലിയ രീതിയിൽ പടർന്നു പിടിക്കുകയാണ്. ആ കണക്ക് ഓരോ ദിവസം കഴിയുന്തോറും ഉയർന്നു വരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ 10,000 മുകളിലേക്ക് പേർക്ക് പകർച്ചപ്പനി പിടിപെട്ടിരിക്കുന്നു. 300ഓളം പേർ ഡെങ്കിപ്പനിക്ക് ചികിത്സ തേടിയെത്തുന്നു. പ്രതിദിനം 15ഓളം പേര് എലിപ്പനി സ്ഥിരീകരിക്കുന്നു. H1N1 ഉൾപ്പെടെയുള്ള മഞ്ഞപ്പിത്തം പല ജില്ലകളിലും വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് സംസ്ഥാനത്തിന്റെ ഒരു സാഹചര്യം. തദ്ദേശ വകുപ്പ് അല്ലെങ്കിൽ കോർപ്പറേഷൻ അധികാരികൾ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട്. ഇടയ്ക്ക് തന്നെ മഴ മാറി നിൽക്കുന്ന ഒരു സമയത്ത് ഈ ഒരു പ്രവർത്തനങ്ങളിൽ കുറച്ചെങ്കിലും അടുത്തിടെ തന്നെ തദ്ദേശ വകുപ്പ് ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. കോടികൾ ചിലവഴിച്ച് ഈ ഓടകൾ വൃത്തിയാക്കുന്ന ഒരു മെഷീൻ വാങ്ങുമെന്നുള്ളൊരു കാര്യമാണ് തദ്ദേശ വകുപ്പ് അറിയിച്ചിരുന്നത്. അത്തരത്തിലുള്ള മെഷീൻ മഴ ആരംഭിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള മെഷീനുകൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് ഒരിക്കലും പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. നേരത്തെ തന്നെ മഴ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ടിയിരുന്നു. ഈ പ്രതിസന്ധി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് സംസ്ഥാനത്തെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് എന്ന് വേണം പറയാൻ. ഒരു വശത്ത് സർക്കാർ യഥേഷ്ടം ധൂർത്ത് തുടരുന്നുണ്ട്, പക്ഷേ മറുവശത്ത് സാധാരണക്കാർക്ക് ആവശ്യമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും ചെയ്യുന്നില്ല. പകർച്ചപ്പനി കൂടി ആശുപത്രിയിലേക്ക് ചികിത്സ തേടിയ ആളുകൾ എത്തുന്ന സമയത്ത് അവിടെ ചികിത്സിക്കാൻ ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല. കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ പേരൂർക്കട സർക്കാർ ആശുപത്രിയിൽ മണിക്കൂറോളം രോഗികൾ ചികിത്സയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ ഡോക്ടർമാരില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പം അതും ഇതുമായി ഒരുപാട് കണക്റ്റഡ് ആയി കിടക്കുന്നു എന്നുള്ള കാര്യം വാസ്തവം തന്നെയാണ്. ഈ ഘട്ടത്തിൽ രശ്മിയുടെ മറ്റൊരു വാർത്ത കൂടി ഞാനൊന്ന് കോട്ട് ചെയ്യുകയാണ്. കേരള പൊതുജനാരോഗ്യ നിയമത്തിൽ ഭേദഗതി വരുത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത്. കഴിഞ്ഞ വർഷം മാത്രം കൊണ്ടുവന്ന ഒരു ആക്ടാണ്. അതിന് വീണ്ടും ഭേദഗതി വരുത്തുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഈ പകർച്ചവ്യാധികൾ തടയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നിയമങ്ങൾ കർശനമാക്കി നടത്താൻ അല്ലെങ്കിൽ കൃത്യമായ ശിക്ഷ നടപ്പിലാക്കാൻ പോലും കഴിയുന്നില്ല. അതൊക്കെ കൂടി അനുഭവം ഉൾപ്പെടുത്തിക്കൊണ്ട് വന്ന ഒരു നിയമമാണത്. അതൊക്കെ മാറ്റേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്. ഈ നിയമങ്ങൾ മാറ്റി എഴുതുമ്പോൾ അത് നടപ്പിലാക്കാൻ കൂടിയുള്ളൊരു അവധാനത ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതെല്ലാം ഈ സിറ്റുവേഷൻസ് എല്ലാം മാറ്റാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ സുധീഷും ഗോകുലും രശ്മിയും തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്നും ഈ വിവരങ്ങൾ നൽകുമ്പോൾ കേരളത്തിലെ മറ്റിടങ്ങളിൽ സ്വർഗമാണ് എന്നല്ല, അവിടെയുമൊക്കെ ഈ പ്രശ്നങ്ങളുണ്ട്. കൂടുതൽ റിപ്പോർട്ടുകൾ വരും ദിവസങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇന്നിപ്പോൾ ഗ്രൗണ്ട് റിപ്പോർട്ട് ഈ ഒരു വിഷയം വളരെ വിശദമായി ചർച്ച ചെയ്തു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടു. അധികാരികൾ വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കട്ടെ എന്ന് നമുക്ക് കരുതാം. കാരണം